സങ്കീർത്തനങ്ങൾ 103 വാക്യം വായിക്കുന്നു. സാംസ് 103:20. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. ഞാനിന്ന് എടുക്കുന്ന ഈ വിഷയം ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്, മനസ്സിലാക്കേണ്ടതാണ്. Bless the Lord, you his angels who excel in strength, who do his word, heeding the voice of his word. ദൈവവചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ. ഹല്ലേലൂയ. ഞാൻ ആദ്യത്തെ വാക്കിൽ നിന്ന് തന്നെ പറയുന്നു, ദൈവവചനം പ്രസംഗിക്കുമ്പോൾ, ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ആ ദൈവവചനത്തിൻ്റെ ശബ്ദം കേട്ടിട്ട്, അത് ദൈവശബ്ദമാണ്, ആ ശബ്ദം കേട്ടിട്ട് ആ വചനത്തെ നിവർത്തിക്കാൻ, ആ വചനത്തെ പൂർത്തീകരിക്കാൻ, ആ വചനത്തെ ഫുൾഫില്ലാക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്താൽ അയക്കപ്പെട്ട ദൂതന്മാർ പുറപ്പെടുന്നു. ഓക്കെ, ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ, ആ വചനം നിങ്ങളുടെ വാഗൊണ്ട് പറയുമ്പോൾ, ആ വചനത്തെ നിവർത്തിക്കാൻ ഏഞ്ചൽസ്, ദൂതന്മാർ രംഗത്ത് വരുന്നു. പഴയ നിയമ പുസ്തകങ്ങളിൽ ദൂതന്മാരെ കുറിച്ച്, ഏഞ്ചൽസിനെ കുറിച്ച്, ആ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് 108 തവണ പരാമർശിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ. പുതിയ നിയമഭാഗത്ത് വരുമ്പോൾ അത് വർദ്ധിക്കുകയാണ്. പുതിയ നിയമഭാഗത്തിലേക്ക് വരുമ്പോൾ ഏഞ്ചൽസിനെ കുറിച്ച്, ദൂതന്മാരെ കുറിച്ച് 165 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി എന്ന് ഒരു വാക്യമേ ഉള്ളൂ. ആ ഒറ്റ വാക്കിനാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഉളവാക്കപ്പെട്ടു. എന്നാൽ 165 തവണ പുതിയ നിയമത്തിൽ ദൂതന്മാരെ കുറിച്ച് ബൈബിൾ പറയുന്നു. 108 തവണ പഴയ നിയമത്തിൽ പറയുന്നു. പൂർണ്ണ ബൈബിൾ പരിശോധിക്കുമ്പോൾ 273 തവണ ഏഞ്ചൽസിനെ കുറിച്ച് ബൈബിൾ പരാമർശിച്ചിരിക്കുന്നു. എന്താണ് ദൂതന്മാർ? ആരാണവർ? അവരെന്താണ് ചെയ്യുന്നത്? ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു ആർമി, ഒരു സംവിധാനം ഈ മഹാരാജ്യത്തിനുണ്ട്. ഇന്ത്യൻ ആർമി യുദ്ധം ചെയ്യുന്നത് മറ്റൊരു രാജ്യത്തിന് വേണ്ടിയല്ല, അവർ യുദ്ധം ചെയ്യുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ്. അവർ വളരെ സമർപ്പിതരാണ്. അവർ രാജ്യത്തിന് വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആണ്. ഒരിക്കലും അവരൊരു തൊഴിൽ ചെയ്യുന്ന ആളായിട്ടല്ല നമ്മൾ കാണേണ്ടത്. അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ ആർമി, നമ്മളുടെ സേന, നമ്മുടെ ഭാരത രാജ്യത്തിൻ്റെ സൈന്യം, അവർ സമർപ്പിക്കപ്പെട്ടവരാണ്. അവർ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. വി സല്യൂട്ട് ദം, റിയലി വി സല്യൂട്ട് ദം. ബോർഡറുകളിലും മറ്റ് പല സ്ഥലങ്ങളിലും അങ്ങനെ കുറേ ആൾക്കാർ ഈ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ രാജ്യം സേഫ് ആയിരിക്കുന്നത്. നിങ്ങളുടെ ധനവും നിങ്ങളുടെ പണവും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുഞ്ഞുങ്ങളുമെല്ലാം സെക്യൂർ ആയിരിക്കുന്നത്. അമേരിക്കൻ ആർമി അമേരിക്കയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അവർ അമേരിക്ക എന്ന രാജ്യത്തിൽ സമർപ്പിതരായിരിക്കുന്നു. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ രാജ്യത്തിനായി പൊരുതുന്ന, ദൈവരാജ്യത്തിൽ പ്രവർത്തിക്കുന്ന, ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ സൈന്യമാണ്, ദൈവരാജ്യത്തിൻ്റെ സൈന്യമാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ. അതുകൊണ്ടാണ് 148 സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ ബൈബിൾ പറയുന്നത്, അവന്റെ സർവ സൈന്യവുമേ അവനെ സ്തുതിക്കുവീൻ, അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ
അവരെ സ്തുതിക്കുവീൻ. അവരെ സംബോധന ചെയ്യുന്നത് അവന്റെ സർവ സൈന്യവുമേ അവനെ സ്തുതിക്കുവീൻ. ദൈവത്തിന്റെ സൈന്യമാണ് ദൈവത്തിന്റെ ദൂതന്മാർ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈകളെ കൊടുത്ത് പറയുക, ദൈവത്തിന്റെ സൈന്യമാണ് ദൈവത്തിന്റെ ദൂതന്മാർ. താങ്ക് യു ലോർഡ് ജീസസ്. ഈ സൈന്യം എപ്പോഴും ആക്റ്റീവാണ്. ഈ സൈന്യം ഒരിക്കലും ഷിഫ്റ്റ് വെച്ച് പ്രവർത്തിക്കുന്നതല്ല. ഒരു കൂട്ടം ആൾക്കാർ ലീവിന് പോകുമ്പോൾ അടുത്ത കൂട്ടം ആൾക്കാർ കയറുന്നത് പോലെയല്ല. ഒരു കൂട്ടം ഓഫീസർമാർ ഉറങ്ങുമ്പോൾ അടുത്ത കൂട്ടം ആൾക്കാർ ഡ്യൂട്ടിക്ക് കയറുന്ന പോലെ അല്ല. ദൂതന്മാർക്ക് മരണമില്ല, ദൂതന്മാർക്ക് ഉറക്കമില്ല, ദൂതന്മാർക്ക് ക്ഷീണമില്ല. യേശു കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നില്ല, അവർക്ക് മരണമില്ല. 24/7 365 days angels are working. മക്കളെ, നിങ്ങൾ ഏത് പ്രസംഗത്തിന് ഉറങ്ങിയാലും ഇന്നത്തെ പ്രസംഗത്തിന് ഉറങ്ങാതിരിക്കാൻ നിങ്ങൾ നോക്കണം. ബിക്കോസ് ഈ വർഷത്തിന്റെ, എനിക്ക് തോന്നുന്നു ഇനി ഞാൻ ഇവിടെ ശുശ്രൂഷിക്കാൻ വരുന്നത് ന്യൂ ഇയർ സർവീസിനാണ് അല്ലേ? 24th നമ്മൾ ഏറ്റവും അവസാനത്തെ ദിനങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഏഞ്ചൽസ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ട ഒരു ടൈമിൽ നിങ്ങൾ വന്നിരിക്കുന്നു. ഇന്ന് ഇതിനകത്ത് ആക്റ്റീവ് ആയിരിക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ പ്രോമിസുകൾ ഉള്ളവരാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മീറ്റിങ്ങുകളെ കുറിച്ചൊന്നും നിങ്ങളോട് പറഞ്ഞ് കൈ അടുപ്പിക്കുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മീറ്റിങ്ങിൽ നടന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ. പക്ഷെ ഞാനത് പറയാതെ നിങ്ങൾ ഇന്ന് ഇവിടെ കാണാൻ പോവുകയാണ്. You are literally going to see your life. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ മീറ്റിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. അത് വെറുതെ പറഞ്ഞല്ല, രണ്ട് കൂട്ടമായി തിരിച്ചിട്ടുണ്ട്. ഇന്നത്തെ മീറ്റിങ്ങിൽ ഒരു കൂട്ടം ആൾക്കാർ ഒന്നും അറിയാൻ മേലാതെ വിമർശന ബുദ്ധിയോടിരുന്ന് മറ്റുള്ളവന്റെ വിടുതൽ കാണും. മറ്റൊരു കൂട്ടം ആൾക്കാർ 1000 തലമുറയ്ക്കുള്ള വിടുതലുമായിട്ട് അവർ പോകും. 1000 generation. In the name of Jesus Christ. Two categories are here now. ദൈവത്തിന്റെ സൈന്യമാണ് ദൈവത്തിന്റെ ദൂതന്മാർ. ഇപ്പൊ നമ്മുടെ രാജ്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, കേരള സംസ്ഥാനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഫങ്ഷൻ ചെയ്യുന്നത് ഒരു ഒറ്റ നിലകളിലല്ല, ഡിഫറെന്റ് കാറ്റഗറീസ് ആണ്. DGP ഉണ്ട്, ADGP ഉണ്ട്. ADGPയുടെ താഴെ SP ഉണ്ട്, CA ഉണ്ട്, സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്, കോൺസ്റ്റബിൾസ് ഉണ്ട്. ഡിഫറെന്റ് കാറ്റഗറീസ്. എല്ലാവരും DGP അല്ല, എല്ലാവരും കോൺസ്റ്റബിൾ അല്ല, എല്ലാവരും ADGP അല്ല. ഹയറാർക്കി ഉണ്ട്. ഹല്ലേലൂയ. എല്ലാ സൈന്യത്തിനും ഹയറാർക്കി ഉണ്ട്. ഹവൽദാർ ഉണ്ട്, കമാൻഡർ ഉണ്ട്. ആർമിയിൽ ആരും മിണ്ടുന്നില്ല. നല്ല സാധനമൊന്നും നമുക്ക് പണ്ടേ വേണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലെ ഏഞ്ചൽസ് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ 5 കൂട്ടരെ കുറിച്ച് ഞാൻ ഇന്ന് പറയുന്നു. 5 categories. Number 1, archangels. Number 2, seraph. മൂന്നാമതായി കെരൂബുകൾ. നാലാമതായി ഗാർഡിംഗ് ഏഞ്ചൽസ് അഥവാ സേവകാത്മാക്കൾ. 5ാമതായി ലിവിംഗ് ക്രീച്ചേഴ്സ്, ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ജീവികൾ. 5 കൂട്ടർ. അതിൽ ഏറ്റവും ടോപ്പ് നമ്മുടെ ഭാഷയിൽ DGP എന്ന് പറയുന്നത് പോലെ, കമാൻഡർ എന്ന് പറയുന്നത് പോലെ ഏറ്റവും നമ്പർ 1 ആണ് ആർക്കേഞ്ചൽസ്. ബൈബിൾ അവരെ കുറിച്ച് പറയുന്നത് പ്രധാന ദൂതന്മാർ എന്നാണ്. പറഞ്ഞ് പ്രധാന ദൂതന്മാർ. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ പലയിടത്തും ഈ പ്രധാന ദൂതന്മാരെ പരാമർശിക്കുന്നു. ഞാൻ 2 പ്രധാന ദൂതന്മാരുടെ പേര് ബൈബിളിൽ നിന്ന് പറയുന്നു. മിഖായേൽ ആൻഡ് ഗബ്രിയേൽ.
രണ്ടുപേരും പ്രോട്ടോകോളിൽ ഏറ്റവും ടോപ്പിലാണ്. ഓ താങ്ക് യു ജീസസ്. ഞാൻ ഈ മെസ്സേജ് തുടങ്ങുമ്പോൾ തന്നെ the presence of the Lord is touching me. കർത്താവ് ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നതും ഏഞ്ചൽസ് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നതും ഇവിടെ ഇരിക്കുന്ന പലർക്കും അത് മനസ്സിലാകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ദൂതന്മാർ പറയുകയാണ്, മോനെ കണ്ടിന്യൂ ഇറ്റ്, തുടങ്ങിക്കോ, മുന്നോട്ട് പൊയ്ക്കോ, ഞാൻ ഉടനെ രംഗത്തിറങ്ങും. ലിസൺ, പ്രൊഫറ്റിക്കും ഏഞ്ചലിക്കുമായിട്ട് ഭയങ്കര കണക്ഷനാ. പ്രൊഫറ്റിക്കും ഏഞ്ചലിക്കുമായി ഭയങ്കര കണക്ഷനാ. സംശയമുണ്ടോ? ഒന്ന് വായിച്ചേക്കാവോ? അപ്പോസ്തല പ്രവൃത്തി 10:3 മുതലുള്ള വാക്യങ്ങൾ. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസ് എന്ന് തന്നോട് പറയുന്നതും കേട്ടു. കൊർന്നല്യോസ് ദൂതനെ സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസ് എന്ന് പറയുന്നതും കേട്ടു. 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. 5-ാമത്തെ വാക്യം വായിക്കാവോ? ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് ഏഞ്ചലാണ്. ഒന്ന് റൂട്ട് ചെയ്യുകയാണ്, ഏഞ്ചൽ റൂട്ട് ചെയ്യുകയാണ്, സ്ഥലപ്പേര് പറഞ്ഞു കൊടുക്കുകയാണ്. യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക. 6-ാമത്തെ വാക്യം, അവൻ തോൽക്കൊല്ലനായ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ തോൽക്കൊല്ലനായ ശിമയോന്റെ കൂടെ പാർക്കുന്നു. അവന്റെ വീട് കടപ്പുറത്താകുന്നു. ഏഞ്ചൽ ദൂതൻ പേര് പറഞ്ഞു കൊടുക്കുന്നു, ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നു, അതിലെല്ലാം ഉപരിയായി ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഞാൻ റാസൽ കൈമ മീറ്റിംഗിൽ നിൽക്കുമ്പോൾ അതിനകത്ത് ക്രിസ്ത്യാനിയും ഒന്നും അല്ലാത്തൊരു സഹോദരൻ ആ മീറ്റിംഗിൽ ഒരു അറബി വസ്ത്രം ധരിച്ചു വന്നിരിക്കുകയാണ്. വർഷങ്ങളായി അദ്ദേഹം യുഎയിലുള്ള ആളാണ്. എൻ്റെ അടുത്ത് കർത്താവിന്റെ ദൂതൻ നിൽക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുകയാണ്. ആ ഏഞ്ചൽ എന്നോട് പറയുകയാണ്, ആ ദൂതൻ എന്നോട് സംസാരിക്കുകയാണ്. ആ ഇരിക്കുന്നവന്റെ പേര് അബു അലി എന്നാണ്. ഞാൻ അദ്ദേഹത്തെ മുന്നിലോട്ട് വിളിച്ചു. അനീഷ് പാസ്റ്റർ റൈറ്റ് സൈഡിൽ വന്നു. ഞാൻ ചോദിച്ചു, ആരാണ് അബു അലി? അവൻ പറഞ്ഞു, എൻ്റെ പേരാണ് അബു അലി. അദ്ദേഹത്തിന് 3 കമ്പനിയുണ്ട്. ആ 3 കമ്പനിയുടെ പേരും പരിശുദ്ധാത്മ പുള്ളിയോട് പറഞ്ഞു. 4, നിന്റെ ഫാത്തിമ ആരാണ്? പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ സിസ്റ്ററാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരു ഫുഡിൻ്റെ ഒരു എക്സ്പോർട്ടിങ് കമ്പനി കാണുന്നു. നീ ഫുഡ്. പുള്ളി ഞെട്ടുകയാണ്, അത്ഭുതപ്പെടുകയാണ് പുള്ളി. എന്നിട്ട് അടുത്ത് നിന്ന് അനീഷ് പാസ്റ്ററോട് പറയുന്നു, ഈ മനുഷ്യൻ ഇതൊക്കെ എങ്ങനെ മനസ്സിലാകുന്നു, എങ്ങനെ അറിയുന്നു? ഞാൻ പറഞ്ഞു, നിന്റെ മുഴുവൻ ഡീറ്റെയിൽസും അറിയാവുന്ന. He is the witness. He is the witness. ദൈവത്തിന്റെ ദൂതൻ ഇവിടെ നിൽക്കുന്നുണ്ട്. You can do it there. Angels are here. The Spirit of the Lord is working. കൊർന്നല്യോസിന് വീട്ടഡ്രസ്സും ഡീറ്റെയിൽസും പേരും പറഞ്ഞു കൊടുത്ത ദൂതനെ ഇപ്പൊ ഒളിവിൽ വെച്ചിരിക്കുകയാണോ? ആ ദൂതൻ ലീവിലാണോ? That angel is working. Amen. That angel is working. Amen. It's very dangerous. ഞാനും ഹെബനും ഈസ് there. എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ
ശ്യാം പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ എന്നെ പ്രൊഫറ്റിക് ഗ്രേസ് കൊണ്ട് നിറയ്ക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് അവിടെ ഇരുന്നുകൊണ്ട്. ഞാൻ പറഞ്ഞു ഇറ്റ്സ് വെരി ഈസി, നമ്മളിത് വിശ്വസിച്ചാൽ മതി. ഇങ്ങനൊക്കെ ഉണ്ട്, സംശയിക്കാതിരുന്നാ മതി. ഇത് ദൈവത്തിന് സംസാരിക്കാൻ പറ്റും, ഇങ്ങനൊരു അഭിഷേകം ഉണ്ട്, വിശ്വസിച്ചാൽ മതി. ഹെബൻ ഈസ് ദെയർ. ഹെബൻ ഉണ്ടായിരുന്നു അവിടെ, ഇദ്ദേഹം ഉണ്ടായിരുന്നു, ലിബി ഉണ്ടായിരുന്നു. ലിബി ഈസ് ദെയർ. ഇത്രയും ദൂരത്തിൽ ഒരു അപ്പച്ചനും അമ്മച്ചി ഇരിക്കുക, ഒരു ഇംഗ്ലീഷുകാരിരിക്കുക. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് അവരെ കണ്ടിട്ട് എന്നാ തോന്നുന്നു? എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നും കണ്ടിട്ട് പ്രത്യേകിച്ച് അങ്ങനൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്താ കാര്യമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, അവരിപ്പോൾ ബഹറിന് പോവുകയാണ്. അവർ ബഹറിന് പോകുന്നത്, അവർക്ക് 2 മക്കളുണ്ട്. അതിൽ മൂത്ത മകന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. ഇംഗ്ലീഷുകാരാണ് രണ്ടുപേരും. എന്തായിരുന്നു മോനെ പേര്? സ്റ്റെപ്ലിൻ. എന്നോട് കർത്താവിൻ്റെ പരിശുദ്ധാത്മ പറയാണ്, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോലെ സ്റ്റെപ്ലിൻ. ഞാൻ പറഞ്ഞു, ആ ഇംഗ്ലീഷുകാരൻ്റെ പേര് സ്റ്റെപ്ലിൻ എന്നാണ്. ഇവർ ചെന്ന് ചോദിച്ചു, വാട്ട് ഈസ് യുവർ നെയിം? അവർ പറഞ്ഞു, നിങ്ങളാരാണ്? ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യക്കാരാണ്. എന്താണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? അപ്പം ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, സ്റ്റെപ്ലിൻ ആരാണ്? എൻ്റെ ഹസ്ബൻഡാണ്. എന്താണ് കാര്യം? What do you want? ഇവർക്ക് സ്ട്രേഞ്ച് ഫീലായി. ഇംഗ്ലീഷുകാരാണോ? അവർ പെട്ടെന്ന് സ്ട്രേഞ്ച് ഫീലായി. ഒരു ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ ഹസ്ബൻഡിന്റെ പേരറിയാം? നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ അറിയാം? ഇവർ പറഞ്ഞു, ആ ഇരിക്കുന്നത് ഒരു പ്രൊഫറ്റാന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മീറ്റിങ്ങുകളോ സംഭവങ്ങളോ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട. എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങളെ എന്തിനാ കൈ കൊട്ടിക്കുന്നതെന്ന് ഞാൻ കരുതിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ലിസൺ, ഏഞ്ചൽസ് ആർ വർക്കിംഗ്. ദൈവത്തിന്റെ എല്ലാ സിസ്റ്റവും ഇപ്പോഴും വർക്കിങ്ങിലാണ്. നിന്റെ സിസ്റ്റം അടിച്ചു പോയെന്ന് കരുതി ദൈവത്തിന്റെ എല്ലാ സിസ്റ്റവും ഇപ്പോഴും വർക്കിംഗ് ആണ്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ദൈവത്തിന്റെ എല്ലാ സിസ്റ്റവും ഇപ്പോഴും വർക്കിംഗ് ആണ്. Pray. ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ്, ഞാൻ ഇതിലേക്ക് വരുന്നുണ്ട്, ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ആർക്കേഞ്ചൽസ്, പ്രധാന ദൂതൻ. താങ്ക് യു ലോർഡ് ജീസസ്. 1 തെസ്സലോനിക്കർ 4:16 കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. കർത്താവ് താൻ ഗംഭീര നാദത്തോടും, ലിസൺ ദാറ്റ്, പ്രധാന ദൂതൻ ആർക്കേഞ്ചൽ മൈക്കൽ, മീഖായേൽ പ്രധാന ദൂതൻ. ഈ ഒരു പ്രധാന ദൂതനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് തന്റെ സകല ദൂതന്മാരുമായി വരുന്നത്. യേശു തന്റെ സകല ദൂതന്മാരുമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നതെന്ന് ബൈബിൾ വായിച്ചിട്ടുള്ളവർ ആ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. സകല ദൂതന്മാരും അതിൽ മുൻപിൽ നിർത്തുന്നതാണ് പ്രധാന ദൂതൻ. In the name of Jesus. ആ പ്രധാന ദൂതനെ കുറിച്ച് ബൈബിൾ പരാമർശിച്ചിരിക്കുന്ന ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം, അതിൻ്റെ ഞാൻ ആദ്യം ഒരു വാക്യം 13-ാമത്തെ വാക്യം ഒന്ന് വായിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് അതിന്റെ 4 മുതലുള്ള ഭാഗങ്ങൾ വായിക്കും. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിക്കുവാൻ വന്നു. ഓക്കെ, ദാനിയേൽ എന്ന ദൈവപുരുഷൻ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.
ഒന്നാമത്തെ ദിവസം തന്നെ, അറ്റ് ദ ഫസ്റ്റ് ഡേ, ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ മറുപടിയുമായി വന്നു. പക്ഷേ ആ ദേശത്തിന്റെ ശക്തി, പ്രഭു, പൈശാചിക മണ്ഡലം ആ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്താതിരിക്കുവാൻ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ വിടുതൽ നടക്കാതിരിക്കുവാൻ, നിങ്ങളുടെ മറുപടികൾ നിങ്ങളുടെ പക്കൽ വരാതിരിക്കുവാൻ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു അദൃശ്യ മണ്ഡലമുണ്ട്. അവിടെ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന പൈശാചിക ശക്തികളുണ്ട്. താങ്ക് യു ലോർഡ് ജീസസ്. നമ്മളുടെ ഭാഷയിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നു. 40 ഡേയ്സ് ഫാസ്റ്റിംഗ്. നമ്മൾ 40 ഡേയ്സ് ഫാസ്റ്റിംഗ് പലരും എടുക്കുന്നതും, മോശ 40 ദിവസം ഉപവസിച്ചു, യേശു 40 ദിവസം ഉപവസിച്ചു, ഏലിയാവ് 40 ദിവസം ഉപവസിച്ചു. നമ്മളും 40 ദിവസം പലരും എടുക്കുന്നു. എന്നാൽ ചിലർ 21 ദിവസം ഉപവാസം എടുക്കുന്നതിന്റെ കാരണം, ദൈവവചനം പഠിക്കുമ്പോൾ അവരുടെ ആ കണക്ക് അങ്ങനെയാണ്. ദാനിയേലിന്റെ ഫാസ്റ്റിംഗിന്റെ 21ാമത്തെ ദിവസമാണ് മീഖായേൽ വന്നതും പടവെട്ടി അവന്റെ വിടുതൽ അവന്റെ പക്കൽ ഏൽപ്പിച്ചതും. പക്ഷേ ദാനിയേൽ ഒരിക്കലും 21 ദിവസം ഇരുന്നു കൊള്ളാമേ എന്ന് പറഞ്ഞിരുന്നതല്ല. നമ്മൾ അങ്ങനെയാണ് പലരും ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഫസ്റ്റ് ഡേയിൽ തന്നെ, താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന്റെ അന്ന് തന്നെ ദൈവത്തിന്റെ ദൂതൻ തന്റെ വിടുതലുമായി തന്റെ അരികിൽ വന്നു. പക്ഷേ ആ ഏഞ്ചലിന്, ഗബ്രിയേലിന്, തന്റെ കൂടുള്ള ദൂതന്മാർക്ക് ആ ശക്തികളെ ഓവർകം ചെയ്യാൻ പറ്റിയില്ല. അവർ കുറെ ശ്രമിച്ചു. നടക്കാതെ വന്നപ്പോൾ ബൈബിൾ പറയുന്നു, ആ 21ാമത്തെ ദിവസം മീഖായേൽ സഹായിക്കാൻ വന്നു. എന്ന് പറഞ്ഞാൽ SP-യുടെ കയ്യിലും കോൺസ്റ്റബിളിന്റെ കയ്യിലും കാര്യം നിന്നില്ല. ഉടനെ DGP-ക്ക് ഫോൺ ചെയ്തു. പ്രധാന ദൂതനായ മീഖായേൽ വന്നു. പാഴ്സി ശക്തിയെ മീഖായേൽ വെട്ടി എറിഞ്ഞു. Same angels. ഇന്ന് പകൽ നിന്റെ വിടുതലുകളെ തടയുന്ന, നിന്റെ പ്രാർത്ഥനയുടെ മറുപടികളെ തടയുന്ന, നിന്നിലേക്ക് വെളിപ്പെട്ടു വരേണ്ട പലതിനെയും അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ബ്ലോക്ക് ചെയ്യുന്ന സകല ഇരുളിന്റെ ശക്തികളെയും ദൈവത്തിന്റെ പ്രധാന ദൂതനായ മീഖായേൽ വെട്ടിമാറ്റട്ടെ. അവന്റെ വചനത്തിന്റെ ആജ്ഞ അനുസരിച്ച് അവന്റെ വീരന്മാരായ ദൂതന്മാർ Yes. This is important. Sit. This is important message. Very important. ഇത് തന്നെയാണ് മോശയുടെ ശവോടക്കിൽ നടന്നത്. മോശയുടെ ശവോടക്ക് സമയത്ത് നടന്നത്. യൂദായുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോ, ഈ എന്നെ നോക്കണേ, അത് വായിച്ചോളൂ, അത് ഇട്ടോളും, നിങ്ങൾ കണ്ടാൽ എന്നെ നോക്കിയാൽ മതി. ഈ മോശയോട് ഭയങ്കര എതിർപ്പായിരുന്നു പൈശാചിക മണ്ഡലത്തിന്. കാരണം ഏഞ്ചലിക്കും മോസസ് മിനിസ്ട്രിയും ഭയങ്കര കണക്റ്റഡ് ആണ്.
ദൂതന്മാരാലാണ് പല കൈമാറ്റങ്ങളും മോശയിൽ നടന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ മോശയുടെ ശരീരത്തിനു വേണ്ടി പൈശാചിക ശക്തികൾ വാദിച്ചു. മോശയോ കിട്ടിയില്ല. മോശയൊന്നും ജ്യൂസ് അടിച്ച് കുടിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു പിശാചിന്. ഈ മോശ ചെയ്ത ദൈവസന്നിധിയിൽ കാണിച്ച പാറയെ ഒന്നടിക്കേണ്ടടുത്ത് രണ്ടടിച്ചു, ശാന്തമായിട്ട് പറയേണ്ടടുത്ത് കയറി ദേഷ്യപ്പെട്ടു. ഇങ്ങനെ പൈശാചിക മണ്ഡലത്തിന് വാദിക്കാൻ പലതും മോശയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയെല്ലാം ദൈവം മോശയെ പ്രൊട്ടക്ട് ചെയ്തു. പക്ഷെ ഏറ്റവും ഒടുവിൽ മോശയെ ദൈവമാണ് അടക്കുന്നത്. ദൈവം മോശയെ അടക്കുവാനായി വരുമ്പോൾ പൈശാചിക ശക്തികൾ പറഞ്ഞു, ബോഡി വരത്തില്ല, ഈ ശരീരം ഞങ്ങൾക്കുള്ളതാണെന്ന് അവകാശം പറയുമ്പോൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, മോശയുടെ ശരീരത്തെ കുറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പിശാച് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ബത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ലിസൺ. പ്രധാന ദൂതനായ മീഖായേൽ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. മീഖായേൽ നിൽക്കുന്നിടത്തോളം ഒരിക്കലും പൈശാചിക മണ്ഡലത്തിന് ആക്രമിക്കാൻ കഴിയുന്നില്ല. മീഖായേൽ, പ്രധാന ദൂതനായ മീഖായേൽ പൈശാചിക മണ്ഡലത്തെ വിട്ടുകൊടുക്കാതെ അവനോട് വാദിച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി അധികം ഒന്നും സംസാരിക്കാനില്ല, കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞാൽ പൈശാചിക മണ്ഡലം മുഴുവൻ ഇറങ്ങി വന്ന് മോശയുടെ ശരീരത്തിനായി വാദിക്കുമ്പോഴും the Michael is there. Yes, amen. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ തലമുറകളെ തകർത്ത് കളയാൻ, Yes. നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ പൈശാചിക മണ്ഡലം വാദിക്കുമ്പോൾ അവനെ ഡീൽ ചെയ്യാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ സൈന്യം Archangels, കർത്താവ് ജുഡഗരമാനവസ് ഈ സിറ്റ് ഈ പ്രധാന ദൂതനെ മീഖായേലിനെ ഒരിക്കൽ ദാനിയേൽ കണ്ടു. കണ്ടിട്ട് തന്റെ പുസ്തകത്തിൽ ദാനിയേൽ എഴുതി വെച്ചു. അതാണ് ദാനിയേൽ പ്രവചന പുസ്തകം 10-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. 4 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ 1-ാം മാസം 24-ാം തീയതി ഞാൻ ഹിദക്കേൽ എന്ന മഹാനദി തീരത്തിരിക്കുമ്പോൾ തല പൊക്കി നോക്കിയപ്പോൾ ശണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫസ്തംഗം കൊണ്ടുള്ള കച്ച കിട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. ശണവസ്ത്രം ധരിച്ച്, ലിനൻ പോലത്തെ ശണവസ്ത്രം ധരിച്ച് ഹൂഫസ്തംഗം കൊണ്ട് കച്ച കെട്ടിയിരിക്കുന്ന ഒരു പുരുഷനെ, അരയിൽ തങ്കം കൊണ്ട് കച്ച കെട്ടിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും, മിന്നലിന്റെ പ്രകാശം പോലെയും, കണ്ണ് തീപ്പന്തം പോലെയും, അവന്റെ കണ്ണ് തീപ്പന്തം പോലെയും, ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും. അവൻ ഒരാളാ സംസാരിക്കുന്നേ, പക്ഷെ അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയുമായിരുന്നു. We can't imagine it. We can't imagine it. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു രാജ്യത്തിന്റെ ശക്തി എന്തെന്ന് മനസ്സിലാക്കുന്നത് അതിന്റെ സൈനിക സംവിധാനങ്ങളിലാണ്. ഒരു രാജ്യത്തിന്റെ സൈന്യം ശക്തമാണെങ്കിൽ ആ രാജ്യം ശക്തമാണ്. ഇന്നും ഇസ്രയേൽ എന്ന രാജ്യം പലരും ഭയക്കുന്നതിന്റെ കാരണം
പാലക്കാട് ജില്ലയുടെ അത്രയേ ഉള്ളൂ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മൊത്തവും കേരളത്തിലെ പാലക്കാട് ജില്ലയുടെ അത്രയേ ഉള്ളൂ. കേരളത്തിന്റെ പകുതിയുടെ പകുതിയില്ല ഇസ്രായേൽ. കേരളത്തിന്റെ, ഇന്ത്യ എന്നല്ല, കേരളത്തിന്റെ. ആ രാജ്യത്തെ ഇപ്പോഴും ആൾക്കാർ ഭയക്കുന്നത് അതിന്റെ സൈനിക സംവിധാനമാണ്. റഷ്യ എന്ന രാജ്യത്തെ, പുടിനെയൊക്കെ ഭയക്കുന്നത് ആ രാജ്യത്തിന്റെ സൈനിക സംവിധാനത്തിലാണ്. ഒരു രാജ്യത്തിന്റെ സൈനിക സംവിധാനമാണ് ആ രാജ്യത്തിന്റെ നിലനിൽപ്പ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവത്തിന്റെ രാജ്യത്തിലെ ഒരു ദൂതൻ ഇതാണെങ്കിൽ രാജാവ് ആരായിരിക്കും? ഒരു ദൈവദൂതന്റെ മുഖവും ഒരു ദൈവദൂതന്റെ രൂപവും ഇതാണെങ്കിൽ അവന്റെ കണ്ണ് തീപ്പന്തം പോലെയും അവന്റെ ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയുമായിരുന്നു. അവന്റെ വാക്കുകളുടെ ശബ്ദം പുരുഷാരത്തിന്റെ ആരവം പോലെയായിരുന്നു. 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വേഴ്സ് 7, ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഈ ദർശനം കണ്ടില്ല. എങ്കിലും ആ ഏഞ്ചലിക് പ്രസൻസിൽ അവർക്കൊരു മഹാഭ്രമം പിടിച്ചു. The presence of angels. അവരെല്ലാവരും ഓടി ഒളിച്ചു. 8-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു, അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരിക്കുന്ന ഈ മഹാദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ എന്നിൽ ഒട്ടും ബലം ഉണ്ടായിരുന്നില്ല. എന്റെ മുഖശോഭ ക്ഷയിച്ചു പോയി. എനിക്കൊട്ടും ബലമില്ലാതായി. ഞാൻ അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്തു വീണു. Only one angel. ഞാൻ ബോധം കെട്ട് നിലത്തു വീണു. ദാനിയേലേ, ദൈവത്തിന്റെ ഒരു ദൂതൻ തന്റെ രാജ്യത്തിന്റെ സൈനിക സംവിധാനത്തിൽ, ലിസൺ, ദൈവത്തിന്റെ ഒരു ദൂതൻ ഇതാണെങ്കിൽ, താങ്ക് യു വെരി മച്ച്. Never disturb me, please listen. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. സൈന്യം ഇതാണെങ്കിൽ രാജാവ് എന്തായിരിക്കും? സൈന്യം ഇതാണെങ്കിൽ രാജ്യം എന്തായിരിക്കും? ഒരു ഏഞ്ചലിന്റെ മുമ്പിൽ നിൽക്കാൻ ദാനിയേലിന് കഴിഞ്ഞില്ല. ഈ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായത്തിന്റെ 21, ഇതിന്റെ ഇപ്പൊ വായിച്ച ഇതിന്റെ 21 വരെ ഒന്ന് നോക്കാം. 10-ന്റെ 21 വായിക്കാം. 10-ന്റെ 21 വായിക്കാം. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ തന്നെ അറിയിക്കും. നിങ്ങളുടെ പ്രഭുവായ മീഖായേൽ അല്ലാതെ ഈ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ എന്നോട് കൂടെ ആരുമില്ല. ഹല്ലേലൂയ. മൈക്കൽ is the commander. Michael is the prince. Mikhail. Thank you Jesus. ഇത്രയും ശക്തന്മാരായ ദൂതന്മാരും കണ്ണും തീപ്പന്തം പോലെ. കണ്ണിലോട്ട് നോക്കിയാൽ തീ കനല, മുഖത്തോട്ട് നോക്കിയാൽ മിന്നൽ. ഇത്രയും പ്രകാശമാണ്. ഈ സംവിധാനത്തിനകത്ത് നിൽക്കുന്ന നീയാണോ നിന്റെ പൊരയിടത്തിൽ കിടക്കുന്ന മൊട്ടയും തകിടും കൂടും? Revelation,
Revelation chapter 12, word 7, 8 and 9 please. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായ മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാണ്. ഏറ്റവും ഒടുവിലത്തെ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോഴേ ഭയങ്കര ത്രില്ലടിച്ച് വായിച്ചു വരികയാണ്. ഭയങ്കര ത്രില്ലടിച്ച് ഇതിന്റെ അവസാനം എന്താവുമെന്ന് നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അറിയാൻ. ചില ആൾക്കാർ എന്നെയാണെന്നറിയോ, ഇത് പകുതി വഴിക്കങ്ങ് നിർത്തിയിട്ട് ഏറ്റവും അവസാനം വായിച്ചു നോക്കും. എന്തോ ഇതിന്റെ അവസാനം എന്തുവാന്നറിയാൻ, പിശാചിന്റെ അവസാനം എന്തുവാന്നറിയാൻ, ഈ കളിക്കുന്ന ഇവന്റെ കളികളൊക്കെ എന്തോ ആകുമെന്നറിയാൻ വേദപുസ്തകത്തിലെ അവസാനത്തെ പുസ്തകം വായിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ തന്നെ അതങ്ങ് വായിച്ചു നോക്കിയാൽ ഭയമില്ലാതെ ജീവിക്കാം. അനന്തരം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഒരു ചങ്ങലയുമായി ഇറങ്ങി വന്നു. It's only one angel. ദൈവം തമ്പുരാൻ അങ്ങോട്ട് വരാൻ പോലും നിൽക്കുന്നില്ല. Come on. ദൈവസിംഹാസനത്തിൽ നിന്ന് പിശാചിനെ വെട്ടാനോ കെട്ടാനോ എഴുന്നേൽക്കുന്ന പോലും ഇല്ല. ദൈവം പറയുന്നു, ഐ ഡോണ്ട് കെയർ, എന്റെ ഒരു ദൂതൻ മതി അത് ചെയ്യാൻ. Only one angel. Only one angel. അനന്തരം ഒരു ദൂതൻ ഇറങ്ങി വന്ന് ഈ പിശാചിനെ പിടിച്ചു കെട്ടി അഗാധ കൂപത്തിലേക്ക് എറിയുകയാണ്. Only one angel. Hey, സൈന്യം ഇതാണെങ്കിൽ സൈന്യാധിപനെ, who you are, Zaros. പിശാച് കൃത്യമായി മീഖായേലിനോടും കൂടുള്ള ദൂതന്മാരോടും പടവെട്ടി ജയിച്ചില്ല. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 8-9 വാക്യത്തിൽ പറയുന്നു, സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടില്ല. 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരും അവനോടുകൂടെ തള്ളിക്കളയപ്പെട്ടു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു ശബ്ദം കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. Finished. Glory, 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 glory. Jesus. Randel Kamaras. കർത്താവേ, അവിടുന്ന് എത്ര വലിയവനാണ്. ഞാനിന്ന് ഈ പകലിൽ ഇവിടെ ദൂതന്മാരെ ഉയർത്താനല്ല നിൽക്കുന്നത്. ദൂതന്മാർ ദൈവമല്ല. ദൂതന്മാർ ദൈവമല്ല. ദൂതന്മാരോട് പ്രാർത്ഥിക്കരുത്. ദൂതന്മാരെ വണങ്ങരുത്. Yes, yes, yes. ദൂതന്മാരെ ആരാധിക്കരുത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് സൈന്യം ഇതാണെങ്കിൽ സൈന്യാധിപൻ ആരാണെന്നാണ്. കാരണം അവന്റെ ദൂതന്മാർ മുഴുവൻ അവനെ വീട് വണങ്ങി നമസ്കരിക്കുകയാണ്. I'm coming. Oh, thank you, Jesus. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൂതൻ എന്ന് പറയുന്നത് മൈക്കൽ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചൊരു സ്റ്റഡി കർത്താവിന്റെ സന്നിധിയിൽ നടത്തുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ച കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം പറയാൻ നേരെയില്ല. ഈ ഗബ്രിയേൽ എന്ന വാക്കിന്റെ അർത്ഥം God is my strength. ദൈവം എൻ്റെ ശക്തിയാകുന്നു എന്നാണ്. മീഖായേൽ എന്ന വാക്കിന്റെ അർത്ഥം he who is as God. ഇതിനകത്ത് പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്.
ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കും എന്ന് എഴുതിയിട്ടില്ലേ? ആ ഏഞ്ചലിന്റെ കാറ്റഗറി അറിയാം നിങ്ങൾക്ക്? റാഫേൽ, റാഫേൽ, റാഫ, റാഫേൽ. ആ ഏഞ്ചലിക് പ്രസൻസ് റാഫേൽ സൗഖ്യവുമായി റിലേറ്റ് ചെയ്ത ഏഞ്ചൽസ്, പ്രൊഫറ്റിക്കുമായി റിലേറ്റ് ചെയ്ത ഏഞ്ചൽസ് ഉണ്ട്, ഹീലിംഗുമായി റിലേറ്റ് ചെയ്ത ഏഞ്ചൽസ് ഉണ്ട്, സാൽവേഷനുമായി റിലേറ്റ് ചെയ്ത ഏഞ്ചൽസ് ഉണ്ട്. Amen. Yes. അസ്രയേൽ, അടുത്ത ഡിപ്പാർട്ട്മെന്റ് അസ്രയേൽ, whom God helps. അരിയേൽ, അരിയേൽ ബൈബിളിനകത്ത് വായിക്കാൻ നേരമില്ല, ഒരു ദിവസം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. അരിയേൽ, ലയൺ ഓഫ് ഗോഡ്, ലയൺ ഓഫ് ഗോഡ്. ഡിഫറെന്റ് കാറ്റഗറീസ്. താങ്ക് യു ലോർഡ് ജീസസ്. ലാംബ്രു കാസിക. എനിക്ക് ഇന്ന് മനസ്സിലാവുന്നത്, ഇന്ന് അസാധാരണമായ ഏഞ്ചലിക്കിന്റെ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ട്. ഇനി അതെന്താന്ന് ഞാൻ പറയാൻ പോവാണ്. രണ്ടാമത്തെ സമയമില്ല, രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് സാറാഫുകൾ. പറഞ്ഞ് സാറാഫുകൾ, സാറാഫുകൾ. ഈ സാറാഫുകളെ പ്രധാനമായും നമ്മൾ ബൈബിളിൽ കാണുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ്. അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയേ. ഉസ്യ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കും ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. ഇത് അന്ന് ഒരു ദിവസം മാത്രം ഉണ്ടായ ഒരു ഇൻസിഡന്റ് അല്ല. 24/7 365 days. ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് തൊട്ട് മനുഷ്യരെക്കാൾ മുൻപ് ദൂതന്മാരുണ്ടായിരുന്നു. ഓക്കെ, ദൂതന്മാർക്കും മരണമില്ല. ദൂതന്മാരുടെ വേഗത ഭയങ്കരമാണ്. ഏഞ്ചലിക് സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല. അതാണ് യാക്കോബ് കണ്ടത്. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി, അതിൽ നിന്ന് ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കും കയറുകയും സെക്കൻഡ് കൊണ്ട് പോയി വരും. അതിന്റെ സ്പീഡ് ഹെവനും എർത്തുമായി കണക്ട്. ഇവിടുന്ന് അമേരിക്ക വരെ പോകാൻ ഞങ്ങളൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നത്, കാനഡ വരെ പോകാൻ എത്ര മണിക്കൂർ കുത്തിയിരിക്കണമെന്നറിയോ? യാക്കോബ് പറയാണ്, യാക്കോബ് കാണുന്നു ഏഞ്ചല് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വരുന്നു, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറി പോകുന്ന നിമിഷം കൊണ്ടാണ്, സെക്കൻഡ് കൊണ്ടാണ്. അതിന്റെ വേഗത, ഏഞ്ചലിക് സ്പീഡ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പൊ ഇവിടെ ഇരുന്ന് നീ പ്രാർത്ഥിക്കുമ്പോ സെക്കൻഡ് കൊണ്ട് ദൈവത്തിന് തന്നെ ദൂതനെ അയച്ച് കാനഡയിൽ ഇരിക്കുന്ന ആളിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. സെക്കൻഡ് കൊണ്ട്, സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ്. സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് ഒന്നും പറയാൻ പറ്റത്തില്ല. We can't imagine. Yes. Thank you, Jesus. സാറാഫുകൾ അവർക്ക് 6 ചിറകുണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ കുറെ പിക്ചറുകളൊക്കെ ഇവർക്ക് കൊടുത്തായിരുന്നു ഈ ടി-വിയിൽ കാണിക്കാനായിട്ട്. അവരത് അവർക്ക് കിട്ടിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2 കൊണ്ട് ഈ പിക്ചറൊന്നും നിങ്ങൾ ചിന്തിക്കരുത്, ഇത് റിയലാണ്. നിങ്ങൾക്കൊരു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ്. 2 കൊണ്ട്, ദിസ് ഈസ് നോട്ട്. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാലുമൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർപ്പെട്ടു. ഈ ഒരു 10,000 കണക്കിന് ഇതുപോലത്തെ ഏഞ്ചൽസ് ഹെവനിൽ നിന്ന്. എന്തിനാണ് ഇവര് 2 കൊണ്ട് മുഖം മൂടിയെ? ഇനി നിങ്ങൾ കേട്ടോ, നിങ്ങൾ ഈ ദൈവത്തെ അവനെന്നും ഇവനെന്നും ഒക്കെ പലരും പറയത്തില്ലേ? അറിയാം, നമ്മൾ അങ്ങനെ പറയുന്നതല്ല, ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. ആ ഉദ്ദേശത്തിലും പറയുന്നതല്ല. പക്ഷെ നിങ്ങൾക്കറിയാവോ, സ്വർഗത്തിൽ നിൽക്കുന്ന ഈ സറാഫുകൾ, അവർ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട്
അവർ പാദം മൂടി, രണ്ടുകൊണ്ട് ചിറകടിച്ചിട്ട്, ഇത് ദൈവത്തോടല്ല, ദൈവത്തോട് പറയാനുള്ള ചങ്കൂറ്റം അവർക്കില്ല, ഇത് ദൈവത്തോട് പറയാനുള്ള ധൈര്യം അവർക്കില്ല. ആ വാക്ക് ഇട്ടേക്കണേ, ദൈവത്തോട് പറയാനുള്ള ധൈര്യം അവർക്കില്ല. അതുകൊണ്ട് ഒരുത്തനോട് പറയുകയാണ്, ഈസ് ഹോളി. അവൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കും. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മറപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. എന്റെ മോനെ, എന്റെ മോളെ, ദൈവം ആരെന്നൊന്ന് മനസ്സിലാക്ക്. അവന്റെ വലിപ്പം ഒന്ന് മനസ്സിലാക്ക്. ഇത് കുഞ്ഞുകളി അല്ല, ഇത് തമാശയല്ല. കർത്താവ് എവിടെങ്കിലും തമാശ കളിച്ചെങ്കിൽ, ഇതിനെ എപ്പോഴെങ്കിലും സീരിയസ് ആയിട്ട് കാണാതെ പോയെങ്കിൽ എന്റെ പൊന്നപ്പച്ച ക്ഷമിക്കണേ. ദൂതൻ അവന്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. ഒരു പാപവും ചെയ്യാത്ത ദൂതൻ, ഒരു തെറ്റും ചെയ്യാത്ത ഏഞ്ചൽസ് അവനോട് മിണ്ടാൻ തയ്യാറാകുന്നില്ല. അവർ ഭയപ്പെട്ടിട്ട്, ബഹുമാനം പൂണ്ടിട്ട് ഒരു സാറാഫ് അടുത്ത സാറാഫിനോട് പറയുന്നു, ഈസ് ഹോളി, ഈസ് ഹോളി, ഈസ് ഹോളി, ഈസ് ഹോളി. All the heaven says he is holy. All the redeemed people says he is holy. അവൻ പരിശുദ്ധൻ, അവൻ പരിശുദ്ധൻ. ആ കരങ്ങളെ ഉയർത്തി പറഞ്ഞേ, you are holy, holy. സാരാപ്പുകളോട് ചേർന്ന് you are holy, 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 holy. ആ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് കൈകൾ ഉയർത്തി ഇരിക്കെ, കൈകൾ ഉയർത്തി, you are holy, holy Jesus, holy, holy, you are holy. Like a listen, അങ്ങ് പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. കൈകൾ ഉയർത്തി പരിശുദ്ധൻ, പരിശുദ്ധൻ, ഓ ജലാസ്, പരിശുദ്ധൻ. കർത്താവിന്റെ സിംഹാസനം സ്ഥാപിക്കപ്പെടണം. പരിശുദ്ധൻ, പരിശുദ്ധൻ, you are holy, holy Jesus, you are holy, holy, you are holy. പാപബോധമുണ്ടാകട്ടെ കർത്താവേ. Angels, angels, angels. ഒരുത്തനോട് ഒരുത്തൻ. He's holy, 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 holy. My God is holy, 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 holy. This is a realm of your glory. This is a realm of your grace. I can feel the mighty power. It is moving in this place. Jesus, you are holy. Holy. കൈകളെ എല്ലാവരും ഒന്ന് ഉയർത്തിപ്പിടിച്ച് 24 മണിക്കൂറും സാറാഫുകൾ ആ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ ഒരു ദൂതൻ മറ്റൊരു ദൂതനോട് പറയുന്നു, He is holy,
He is holy. Feel the presence here, Lord. Feel the presence here. Rakota Zakali Androbos. Holy, 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 holy. All the heavens sees, He's holy. 24 മൂപ്പന്മാർ അവരുടെ കിരീടങ്ങളെ നിലത്ത് താഴ്ത്തിയിട്ട് അവർ വീണ് കിടന്ന് പറയുന്നു, He is holy. He is worthy to receive the worship. Yes, 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 yes. Yes, yes. Glory, fill this temple. Fill this church now. Fill it now. Fill it now. Fill it now. Fill it now, Lord Jesus. Fill the glory here, Lord Jesus. Fill your glory here, Lord Jesus. Holy, holy, holy. Jesus, you are holy, holy, holy. Heavenly Father, you are holy, holy, holy. Holy Spirit, you are precious. You are precious. You are precious. You are precious. You are holy. Zalikas. 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 Zalika Tabas. Zalika Tabas. Ageka Mekulia Tabas. Rekapokose Ketalabakas. Lebrokandi House. Rimoko Mimikolia Tabakasitiara. Lebrakondi Bekale Kobreka Tadas. Lintabakos Karinta. Ler Mahasokota Pariaka. Lekron Mahasi. Nerata Bahos Sharia Zababas. Thank you, Jesus. Thank you, Jesus. Okay, okay. സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്ന രീതി പറഞ്ഞ് അവനെ മഹത്വപ്പെടുത്തിയപ്പോൾ തന്നെ ഇവിടുത്തെ അന്തരീക്ഷം ഇതാണെങ്കിൽ സ്വർഗം എന്തായിരിക്കുമെന്ന്, ഇവിടുത്തെ അന്തരീക്ഷം ഇതാണെങ്കിൽ ഹെവൻ എന്തായിരിക്കുമെന്ന് പ്ലീസ് തിങ്ക് അബൌട്ട് ദാറ്റ്. അതുകൊണ്ടാണ് പൗലോസ് ഈ സംവിധാനം കണ്ടിട്ട് വന്ന പൗലോസ് ഭൂമി വന്ന് പറയുകയാണ്, വിട്ടുപിരിഞ്ഞങ്ങ് പോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ ശുശ്രൂഷ നിമിത്തം മാത്രം ഇവിടെ നിൽക്കുകയാണ്. പക്ഷെ അത് കണ്ടിട്ട് ഞാൻ ഇവിടെ വന്ന് ഇത് കാണുമ്പോൾ ഞാനെല്ലാം ചപ്പന്നും ചവറന്നും എണ്ണുകയാണ്. ഞാൻ അത് കണ്ടിട്ട് വന്ന് ഇത് കാണുമ്പോൾ ഞാനെല്ലാം ചപ്പന്നും ചവറന്നും എണ്ണുകയാണ്. ഓ റബശേലെ ക്രതബസരികത. നമ്മുടെ ചർച്ച് ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞായിരുന്നു, ഈ സന്ദേശം മറ്റൊരു ഡൈമെൻഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ മീറ്റിങ്ങിന്റെ അവസാനം ഏത് നിലയിൽ പോകുമെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തവും ഇല്ലാതെ നിൽക്കുകയാണ്. ഇന്ന് അസാധാരണമായ തിരിവുകളുടെ ഞായറാഴ്ചയാണ്. മൂന്നാമത്തെ വിഭാഗം കെരൂബുകളാണ്. പറഞ്ഞ കെരൂബുകൾ. ഈ സ്വർഗീയ സൈന്യത്തിന്റെ സംവിധാനത്തിൽ ഒന്നാമതായി ആർക്കേഞ്ചൽസ്, പ്രധാന ദൂതന്മാർ നിൽക്കുമ്പോൾ, ശരിക്കും ആ കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചാൽ രണ്ടാം സ്ഥാനത്ത് സത്യമായും വരുന്നത് കെരൂബുകളാണ്. മൂന്നാമതേ സറാഫുകൾ വരുന്നുള്ളെങ്കിലും നമ്മൾ ഇന്ന് ഈ ഓർഡറിലാണ് പോകുന്നത്. മൂന്നാമതായി സാറാഫുകൾ. ഈ സാറാഫുകളെ കുറിച്ച്
വേദപുസ്തകത്തിൽ ഉടനീളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാറാഫുകളെ കണ്ടവർ ബൈബിളിലുണ്ട്. ഈ ദാനിയേൽ ഇത് കണ്ടതുകൊണ്ടാ ആർക്കേഞ്ചൽ മീകായേൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് പിടികിട്ടി. ആരും മിണ്ടുന്നില്ല. ഏകദേശം പിടികിട്ടി. നീ നമ്മുടെയൊക്കെ ചിന്ത ഈ ദൂതൻ എന്നൊക്കെ പറഞ്ഞ ഈ ക്രിസ്മസിന്റെ സമയത്ത് രണ്ട് ഉടുപ്പില്ലാത്ത നിക്കർ മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഇങ്ങനെ നിൽക്കുന്നതാണ് നമ്മുടെയൊക്കെ അകത്ത്. ക്രിസ്മസ് കാർഡിനകത്തൊക്കെ കണ്ട സാധനമാണ് നമ്മുടെ അകത്ത്. ആരും മിണ്ടുന്നില്ല. കണ്ടിട്ടുണ്ടോ ക്രിസ്മസ് കാർഡിനകത്ത് ബീകളൊക്കെ പിടിച്ചിങ്ങനെ? അതാണ് നമ്മുടെ. അയ്യോ, അതൊന്നും അല്ല, അതൊക്കെ പാവക്കുട്ടിയാ. ആരും മിണ്ടുന്നില്ല. നിങ്ങൾ ക്രിസ്മസ് കാർഡിനകത്തൊക്കെ കണ്ടത് പാവക്കുട്ടിയാ. ഇവിടെ ഒരാൾ ഏഞ്ചലിനെ കണ്ടിട്ട് പുള്ളി അടിച്ചുപോയി. ദാനിയേല് പുള്ളിയുടെ ബോധം പോയി, പുള്ളി കവന്നു വീണുപോയി, പുള്ളിയുടെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചു പോയി. ഒന്ന് കൈ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. കെരൂബിനെ കണ്ട ആള് എസെക്കിയേലാണ്. വാവ്. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ് നമ്മൾ അത് വായിക്കുന്നത്. അതിന്റെ 1-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും അതേ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 20-21 വാക്യങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളതിലേക്ക് വരുന്നുണ്ട് പാസ്റ്റേ, നമ്മളത് വായിക്കും. പാസ്റ്ററിന്റെ പ്രധാന ഭാഗങ്ങൾ നോട്ട് ചെയ്തോ. ഇവരോട് പെട്ടെന്നൊരു കാര്യം പറയുകയാണ്. ഈ പിശാച്, സാത്താൻ, അവൻ കെരൂബായിരുന്നു. നമ്മൾ പറയത്തില്ലേ ലൂസിഫർ, വീണുപോയ ഒരു ദൂതനാണ് പിശാചെന്ന് അറിയാവുന്നവരെന്ന് കൈ ഉയർത്തി കാണി. എന്നിട്ട് വേണമല്ലോ ബാക്കി പറയാൻ. അതറിയാവുന്നവരെന്ന് കൈ ഉയർത്തി. ഓക്കെ, അത് ദൂതന്മാരുടെ കാറ്റഗറിയിൽ കെരൂബായിരുന്നു സാത്താൻ. കെരൂബ് അതെവിടെയാ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ചിലപ്പോൾ ഇത് 3 നമുക്ക് വായിച്ചേ പറ്റൂ. ഇപ്പൊ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഇത് വായിക്കുകയാണ്. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-14 മുതൽ 19 വരെ ഒന്ന് വായിച്ചേ പെട്ടെന്ന്. 28-14 മുതൽ 19 വരെ ഈ കെരൂബായിരുന്ന ദൂതനെ കുറിച്ച് എന്ന് വെച്ചാൽ പിന്നത്തേതിൽ വീണുപോയ ദൂതനായ സാത്താനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. അപ്പം കെരൂബ് എന്നാന്ന് കേട്ടോണം. കേൾക്കുന്നുണ്ടോ? ക്രിസ്മസ് കാർഡിൽ കണ്ട ആളല്ല ഇത്. കേട്ടോണം. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഈ കെരൂബിനെ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോകുന്നു. കെരൂബ് പോകുന്ന നമ്മൾ ശരിക്കും കണ്ടാൽ ഈ രഥം കണ്ടിട്ടുണ്ടോ? അതിന്റെ വീലിന് മൊത്തം തീ പിടിച്ച അങ്ങനെ ഇരിക്കും. തീ പിടിച്ച ഒരു രഥം. ഹലോ, ഈ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോകുന്നത് ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ വ്യാഖ്യാനിക്കും പാസ്റ്റർ? 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ. ഇത് സാത്താനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സാത്താൻ ആരായിരുന്നു? കെരൂബായിരുന്നു. നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെ എണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യയിൽ നിന്ന് മുടിച്ചു കളഞ്ഞു. ഓക്കെ, നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. ഈ കെരൂബിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ഈ ദൂതന്മാരിൽ ഭയങ്കര സൗന്ദര്യമുള്ള ഏഞ്ചൽസ് ആണ് കെരൂബുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനേക്കാൾ സൗന്ദര്യം, അതിൻ്റെ ഇരട്ടി സൗന്ദര്യം, പറയാൻ പറ്റാത്ത സൗന്ദര്യം പിന്നെ ദൈവത്തിനാണ്. ദൈവം കഴിഞ്ഞാൽ ഏറ്റവും സൗന്ദര്യമുള്ളത് ഏഞ്ചലുകളിൽ കെരൂബുകളാണ്. ഇതിനകത്ത് ഒരു ഭയങ്കര അസൂയ ഉണ്ടായി ഈ കെരൂബിന്. ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അരുണോദയപുത്രനായ ശുക്രനെ എന്ന് വിളിച്ച ഈ ലൂസിഫർ അഥവാ കെരൂബ്, അവന്റെ മനസ്സിൽ നിഗളമുണ്ടായി. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് ഒട്ടും പൊറുക്കാൻ പറ്റാത്തൊരു കാര്യമാണത്. കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, ഒരു കാര്യത്തിലും നീ നെഗളിക്കല്ല. രണ്ട് ശുശ്രൂഷയും 2 മുറി അന്യഭാഷയും ഇച്ചര പ്രവചനവും
ഏതാണ്ട് പ്രാർത്ഥിച്ചപ്പം പല്ലുവേദന സൗഖ്യമായ ഒരു ഇച്ചിരി രോഗശാന്തിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും എന്തോ ആയെന്നുള്ള ആ ഗർവുണ്ടല്ലോ, നിനക്ക് മുൻപേ അടിപറ്റിയ ഒരാളുണ്ടെന്ന് ഓർക്കണം. Yes. Amen. Be humble in the presence of the Lord. സൗന്ദര്യ നിമിത്തവും അവന്റെ ജ്ഞാനം നിമിത്തവും അവന്റെ ദേവപർവ്വതത്തിൽ നിന്ന അവന്റെ സ്ഥാനം നിമിത്തവും അവൻ നിഗളിച്ചു. ഈ നികളൊന്നും പുള്ളി പുറത്തു കാണിച്ചില്ല. അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്ന നിന്റെ ഹൃദയം നിഗളിച്ചു, ഗർവിച്ചു. നിങ്ങൾ ബൈബിൾ നോക്ക്, നിന്റെ ഹൃദയം ഗർവിച്ചു. പുള്ളി പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തിന് അവന്റെ മനസ്സ് പിടികിട്ടി. അതുകൊണ്ട് നിന്റെ ജ്ഞാനത്തെ നീ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം ഞാൻ അവരുടെ മുമ്പിൽ നിന്നെ ഇട്ടുകളഞ്ഞു. ഹല്ലേലൂയ. നിന്റെ അകൃത്യ ബാഹുല്യം നിമിത്തവും നിന്റെ വ്യാപാരത്തിന്റെ നീതികേട് കൊണ്ടും നിന്നെ വിശുദ്ധ മന്ദിരങ്ങളെ നീ അശുദ്ധമാക്കി. അതുകൊണ്ട് നിന്റെ നടുവിൽ നിന്നൊരു തീ പുറപ്പെടുവിക്കും, അത് നിന്നെ ദഹിപ്പിച്ചു കളയും. നിന്നെ കാണുന്ന ഏവരുടെയും മുൻപിൽ നീ നിലത്ത് ഭസ്മമാക്കി കളയും. ഇന്ന് അവനെ എടുത്തിട്ട് ചവിട്ടുകയല്ലേ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഫോളിംഗ് ഏഞ്ചൽ, ഫോളിംഗ് ഏഞ്ചൽ. ഈ പുള്ളി ചെയ്ത ഏറ്റവും വലിയ പണി എന്നാണെന്നറിയോ? ഈ പുള്ളി ഒറ്റയ്ക്കല്ല പോയത്, ഒരു കൂട്ടം ദൂതന്മാരെയും കൊണ്ടാണ് പോയത്. എന്റെ പൊന്നെ, ഇതിനെ വെട്ടി താഴോട്ട് വിട്ടപ്പം എത്രയോ ഗ്രഹം ഉണ്ടായിരുന്നു. ഹലോ, ആർ യു ലിസണിങ് മീ? Yes, come on. താങ്ക് യു ലോർഡ് ജീസസ്. Amen. ഞാൻ നേരത്തെ മലയാളത്തിൽ പറഞ്ഞത് അവർ കേട്ടില്ലായിരുന്നു. എത്ര പ്രസംഗിച്ചാൽ എന്തുവാ, ദൂതനായ എന്തുവാ, ദൈവമായ എന്തുവാ, വചനമായ എന്നാ, ഇനി ആഫ്രിക്കയിൽ നിന്ന് പ്രൊഫറ്റ് വന്നാൽ എന്താ, ബെന്നിഹിൻ വന്നാൽ എന്താ, റെയ്നാഡ് വന്നാൽ എന്താ. എങ്ങോട്ട് പോവുക? അല്ല, എവിടെ പോകാനിരിക്കുക? നിങ്ങളുടെ പാസ്റ്റർ എന്ന നിലയിൽ ചോദിക്കുക. ലിസൺ ടു മീ. ജീസസ്. നിങ്ങൾക്ക് വേണ്ട ഞാൻ നിർത്തുകയാണ്. I'm going to finish this session. No. I'm going to finish it. I will give you this microphone. Preach it. നിങ്ങൾ ഭയങ്കര വെളിപ്പാടല്ലോ, നിങ്ങൾ പ്രസംഗിച്ചാൽ പ്ലീസ്. ഞാൻ അവിടെ ഇരിക്കാം. ഇത്രയും ഇനിയിപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. രാത്രി അവിടെ ചെല്ലുമ്പോൾ നീ ആ രാത്രിയിൽ അത് കഴിഞ്ഞ് ഇന്ന് രാത്രി തന്നെ തിരിച്ചു വരണം. ഐ എം പ്രീച്ചിങ് ഫോർ യു. ഐ എം ടോക്കിംഗ് ടു യു. ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങൾക്ക് ഇതിന്റെ വില മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജീസസ്. ഓക്കെ, പൈശാചിക മണ്ഡലം തകർന്നതിന്റെ കാരണം അവന്റെ അകൃത്യം കൊണ്ടും അവന്റെ സൗന്ദര്യത്തിൽ അവൻ നിഗളിച്ചത് കൊണ്ടും അവന്റെ ജ്ഞാനത്തിൽ അവൻ പുകഴ്ന്നത് കൊണ്ടും അവന്റെ ഹൃദയവിചാരങ്ങളെ മനസ്സിലാക്കി ആ കെരൂബിനെ ദൈവം വെട്ടിക്കളഞ്ഞു. അവന്റെ ദൂതന്മാർ ലിസൺ ലാ സുബ്രേ കാറ്റേലിയാ ഗ്രൂഷ്. Receive it. എഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. യെഹോയാക്കീൻ രാജാവിന്റെ പ്രവാസത്തിന്റെ 5-ാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം 5-ാം തീയതി തന്നെ കൽദേ ദേശത്ത് കേബാർ നദീതീരത്ത് വെച്ച്
ബുസ്സിയുടെ മകൻ എസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവിടെ യഹോവയുടെ കൈയും അവന്റെ മേൽ വന്നു. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്നൊരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന് ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. അതിന്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യം ഉണ്ടായിരുന്നു. ഓരോന്നിന് 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിന്റെ കുളമ്പ് പോലെയും ആയിരുന്നു. മിനുക്കിയ താമ്രം പോലെ അവ മിന്നിക്കൊണ്ടിരുന്നു. അവയ്ക്ക് 4 ഭാഗത്തും ചിറകിന്റെ കീഴായി മനുഷ്യ കൈ ഉണ്ടായിരുന്നു. 4നും മുഖങ്ങളും ചിറകുകളും ഇങ്ങനെയായിരുന്നു. അവയുടെ ചിറകുകൾ ഒന്നോടൊന്ന് തൊട്ടിരുന്നു. പോകുമ്പോൾ അവ തിരിയാതെ ഓരോന്നും നേരെ മുമ്പോട്ട് പോകും. കെരൂബിനെ കുറിച്ച് പറയുന്നത്, ഞാനതാ പറഞ്ഞു, ഇത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞ ഇത് പടം വരയ്ക്കാൻ പോലും പറ്റുകയില്ല. ഈ ഇരുന്ന് ഉറങ്ങുന്ന അമ്മച്ചി മനസ്സിലാക്കണം, അമ്മച്ചി ഇത് നമുക്ക് പടം വരയ്ക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. We can't imagine, we can't describe it. Yes. Jesus' name. അവയുടെ മുഖരൂപമോ, മോനെ അതിന് തൊട്ട് മുകളിലത്തെ വാക്യം വന്നേ, തൊട്ട് മുകളിൽ 7-8 വാക്യങ്ങൾ. അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിന്റെ കുളമ്പ് പോലെയുമായിരുന്നു. മിനുക്കിയ താമ്രം പോലെ അത് മിന്നിക്കൊണ്ടിരുന്നു. 8ാമത്തെ വാക്യം, അവയ്ക്ക് 4 ഭാഗത്തും ചിറകിന്റെ കീഴിലായി മനുഷ്യ കൈ ഉണ്ടായിരുന്നു. 4നും മുഖങ്ങളും ചിറകുകളും ഇങ്ങനെയായിരുന്നു. അവയുടെ ചിറകുകൾ ഒന്നിനോടൊന്ന് തൊട്ടിരുന്നു. ഇത് പോകുമ്പോൾ തിരിയാതെ ഓരോന്നും നേരെ മുന്നോട്ട് പോകും. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖമുണ്ടായിരുന്നു. 4നും വലത്ത് ഭാഗത്ത് സിംഹമുഖവും ഇടത്ത് ഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുക. ഇത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് തൊടാത്തത്. ഈ പറഞ്ഞത് ഓരോന്നും ആ ഏഞ്ചലിക് മിനിസ്ട്രിയാണ്. എന്താണ് സിംഹമുഖം, എന്താണ് കാളമുഖം, എന്താണ് കഴുകമുഖം, ഇത് 3ഉം അതിൻ്റെ ഡിപ്പാർട്ട്മെന്റുകളാണ്. പക്ഷെ നിങ്ങൾ, ഐ നോ സമയം പോയെന്ന് എനിക്കറിയാം, നിങ്ങൾ ടയർഡായി, നിങ്ങൾ ഇതിനകത്ത് എന്നോട് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, അതുകൊണ്ട് തെറ്റിപ്പോയി. ഇങ്ങനെ ഒരു ക്രൗഡിലല്ലായിരുന്നു ഇത് പഠിപ്പിക്കേണ്ടത്. ഇവിടെ കാനാവിലെ കല്യാണമായിരുന്നു പ്രസംഗിക്കേണ്ടത്. കൂനയായ സ്ത്രീയെ നിവർത്തിയാൽ മതിയായിരുന്നു. ഈ വിഷയമേ ഇന്ന് ഇവിടെ എടുക്കണ്ടായിരുന്നു. ജീസസ്, ഹല്ലേലൂയ. ദാറ്റ്സ് ഏഞ്ചലിക് ക്യാരക്ടർ. ഇത് മുന്നോട്ട് തന്നെ പോകുന്നു. സിംഹമുഖം, ഈഗിൾ ഈസ് പ്രൊഫറ്റിക്, ലയൺ ഈസ് അപ്പോസ്റ്റോലിക്. Oh yes. ജീസസ്. കമി 11ാമത്തെ വാക്യം, ഞാൻ അതിൽ നിൽക്കുന്നില്ല പാസ്റ്റർ. 11ാമത്തെ വാക്യം, അവർ ചിറകുകൾ മേൽഭാഗം വിടർന്നിരുന്നു. ഈ ചിറകുകൾ തമ്മിൽ തൊട്ടും ഈ 2 ചിറകുകൊണ്ട് ശരീരം മറച്ചും ഇരുന്നു. 12ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഓരോന്നും മുന്നോട്ട് പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിന് പോകേണ്ടിയ ഇടത്തേക്ക് തന്നെ പോകും. ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആ തീ തേജസ് കൊണ്ടുള്ളതായിരുന്നു. തീയിൽ നിന്നും മിന്നൽ പുറപ്പെട്ടുകൊണ്ടേയിരുന്നു. ജീവികൾ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. ഞാൻ ജീവികളെ നോക്കുമ്പോൾ നിലത്ത് ജീവികളുടെ അരികെ 4 ചക്രങ്ങൾ, ഞാൻ ജീവികളെ നോക്കുമ്പോൾ നിലത്ത് ജീവികൾ അരികെ 4 മുഖത്തിനു നേരെ ഓരോ ചക്രം കണ്ടു. 16ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ചക്രങ്ങളുടെ കാഴ്ചയും പണിയും പുഷ്പരാഗത്തിന്റെ കാഴ്ച പോലെയായിരുന്നു. അവയ്ക്ക് 4നും ഒരു ഭാഷയായിരുന്നു. അവയുടെ കാഴ്ചയും പണിയും ചക്രത്തോടുകൂടി മറ്റൊരു ചക്രം ഉള്ളത്. ഞാൻ ഇവിടെ ഏതെങ്കിലും കലാകാരൻ ഇരിപ്പുണ്ടെങ്കിൽ, പടം വരയ്ക്കാൻ അറിയാവുന്ന ഇരിപ്പുണ്ടെങ്കിൽ, ഞാനൊരു അസൈൻമെന്റ് തരാം, ഇതെനിക്കൊന്ന് വരച്ചു തരുമോ?
എൻ്റെയൊക്കെ ഭാവനയ്ക്കും എൻ്റെയൊക്കെ ചിന്തയ്ക്കും നമ്മുടെയൊക്കെ ഇമാജിനേഷനും അപ്പുറമാണ് സ്വർഗീയ സംവിധാനങ്ങളിൽ ഒരു സംവിധാനമാണ് ഏഞ്ചലിക്. കേട്ടോണം, സ്വർഗീയ സംവിധാനത്തിൽ ഈ കേരള സംസ്ഥാനത്ത് ഒത്തിരി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ ദൈവരാജ്യത്തിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏഞ്ചൽസ്. അത് ഇതാണെങ്കിൽ അതിനകത്തെ രാജാവ് ആരായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി. ജീസസ്, ഈ അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലെ ആരുമില്ല എന്നൊക്കെ പാടുന്നത് ചുമ്മാ ബുദ്ധി കൊണ്ട് അടിക്കുകയല്ല. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, ഈ സംവിധാനങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ അവന്റെ വലിപ്പം എന്നാണെന്ന് മനസ്സിലാവും. ഹല്ലേലൂയ. അടിബോയ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസന്, ആ ദൈവപുരുഷനെ ആദ്യം ഞാൻ നൈജീരിയ എന്ന് പറയുന്ന ആദ്യ വീഡിയോയിൽ കാണുമ്പം, ഞാൻ പുള്ളിയെ കാണുമ്പം ഞാൻ ചിന്തിച്ചു, കർത്താവ് ഇതിനേക്കാൾ നന്നായിട്ട് പ്രസംഗിക്കുന്നവർ നമ്മുടെ ചർച്ചിലുണ്ടല്ലോ. പക്ഷേ യഥാർത്ഥമായിട്ട് അവിടെ ചെന്ന് ആ പുള്ളിക്കാരൻ്റെ സംവിധാനങ്ങൾ കണ്ടപ്പോൾ 8000 ഏക്കറിലാണ് ചർച്ച്, 28 ലക്ഷം വിശ്വാസികൾ. ആദ്യത്തെ ചർച്ച് 3 കിലോമീറ്റർ നീളം, 3 കിലോമീറ്റർ വീതി. അടുത്ത ചർച്ച് മേളിൽ കാണുന്നത് 3 കിലോമീറ്റർ നീളം, 3 കിലോമീറ്റർ വീതി. അതിന് ഇപ്പുറത്ത് പുതിയ സാങ്ച്വറി പണിയുന്നു, അത് 3 കിലോമീറ്റർ നീളം, 3 കിലോമീറ്റർ വീതി. ചർച്ചിന്റെ പ്ലാറ്റ്ഫോം ഇതാണെങ്കിൽ ഏറ്റവും പുറകിലിരിക്കുന്ന ആൾക്കാർ വാളകത്താണ് ഇരിക്കുന്നത്. വാളകത്ത് ആരും മിണ്ടുന്നില്ല. അവിടുത്തെ സംവിധാനം ഞാൻ ചെന്ന് കണ്ടപ്പോഴാണ് അടിബോയി ആരാന്ന് എനിക്ക് മനസ്സിലായത്. അടിബോയിയുടെ പ്രസംഗം കേട്ടപ്പോഴോ അടിബോയിയെ വീഡിയോയിൽ കണ്ടപ്പോഴോ എനിക്ക് പിടികിട്ടിയില്ല ഈ പുള്ളി ഇത്ര ഭയങ്കര സംഭവമായിരുന്നെന്ന്. 28 ലക്ഷം പേരെ ഒരു രാജ്യത്തിലെ വൈസ് പ്രസിഡന്റിനെ ഉൾപ്പെടെ കർത്താവിലേക്ക് നയിച്ച് 28 ലക്ഷം പേരെ കൊണ്ടുപോകുന്ന ആളാണ്. പുള്ളിയുടെ സംവിധാനം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളി ഒരു സാധാരണ ആളല്ലെന്ന്. ദൈവിക സംവിധാനത്തിന്റെ നടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് TV കണ്ട പിടി കിട്ടുകയില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ഒരു പക്ഷെ പടത്തിൽ കണ്ട മനസ്സിലാകുകയില്ല. പ്രധാനമന്ത്രിയുടെ വീട്ടിന് അങ്ങോട്ടൊന്ന് പോകണം, എന്നിട്ട് പറയണേ എനിക്ക് പ്രധാനമന്ത്രി ഒന്ന് കാണാൻ വന്നതാ, ഒന്ന് കണ്ടേച്ചു പോവാ, രാവിലെ ഇച്ചിരി വർത്താനം പറയാൻ വന്നതാന്ന് പറഞ്ഞാൽ മാത്രം മതി, വേറൊരു വണ്ടി നിങ്ങളെ കൊണ്ടുപോകും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നിങ്ങൾ വന്ന വണ്ടിയിലല്ല, വേറൊരു വണ്ടി നിങ്ങളെ കൊണ്ടുപോകും. സ്തോത്രം. വിത്ത് പോലീസ് എസ്കോർട്ട്. പ്രധാനമന്ത്രി എന്താണെന്ന് അറിയണമെങ്കിൽ പുള്ളിയുടെ സംവിധാനം എന്താന്ന് അവിടെ പോയി നോക്കണം. അന്നേരം മനസ്സിലാകുന്ന പുള്ളി ആരാന്ന്. കർത്താവിന്റെ ദൂതന്മാർ ഇതാണെങ്കിൽ സ്വർഗത്തിന്റെ സംവിധാനം എന്താണെന്ന് ഞാൻ എടുത്ത പുസ്തകം തെറ്റല്ല, ഞാൻ എടുത്ത പുസ്തകം ശരിയാണ്. ഞാൻ അറിഞ്ഞ ദൈവം ചെറുതല്ല, ഞാൻ അറിഞ്ഞ ദൈവം വലിയവനാണ്. ഞാൻ അനുഗമിക്കുന്നത് സത്യമാണ്, ഞാൻ ആരാധിക്കുന്നത് സത്യദൈവത്തെയാണ്, ഞാൻ അനുഭവിക്കുന്നത് ശക്തനായ ദൈവത്തെയാണ്. എനിക്ക് അബദ്ധം പറ്റിയതല്ല. എന്റെ ദൈവമേ, എന്നെ അബദ്ധവശാൽ ബോവസിന്റെ വയലിൽ കേറപ്പെട്ടതുപോലെ എന്റെ ദൈവം എന്നെ ഇതിനകത്താക്കിയതാണ്. ഓ ജീസസ്. കർത്താവേ, ഇതിനകത്തൊക്കെ വന്ന് കയറാൻ എനിക്ക് എന്താണ് യോഗ്യത? ഈ രാജ്യത്തിന്റെ അംഗമാകാൻ എനിക്ക് എന്താണ് യോഗ്യത? ഈ ദൈവരാജ്യത്തിന്റെ ഭാഗമാകാൻ എനിക്ക് എന്താണ് യോഗ്യത? യശയാപ്രവചനം 37:16. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോന്ന കേട്ടോ. 37:16 പെട്ടെന്ന്. ഇസ്രായേലിന്റെ ദൈവമായി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ. ഈ 2 ഭാഗങ്ങളിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ദൈവം എവിടെ വസിക്കുന്നു? കെരൂബുകൾക്ക്. കെരൂബ് ഇതാ. കെരൂബിനെ കുറിച്ച് കേട്ടിട്ട് പടം വരയ്ക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് കെരൂബിനെ കുറിച്ച് കേട്ടിട്ട് ഇത് ഒരു പിടുത്തവും കിട്ടുന്നില്ല, ഇത് എന്തുവാന്ന്.
അപ്പൊ ഈ ദൈവം കെരൂബുകൾക്ക് Oh, yes. കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ കെരൂബുകളെ തന്റെ വാഹനമാക്കി കാറ്റിൽ പറഞ്ഞ സഞ്ചരിച്ച യഹോവ. Holy name, Holy Spirit. കർത്താവേ, ഞാൻ ഈ പ്രസംഗിക്കുന്നതൊക്കെ ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവർക്ക് ഡ്രീമുകളിലൊക്കെ ഇത് I receive it. ഭയങ്കരമായിട്ട് I receive it. ഏഞ്ചലിക് വിസിറ്റേഷനുകൾ ഉണ്ടാകട്ടെ കർത്താവേ. ഏഞ്ചലിക് വിസിറ്റേഷനുകൾ ഉണ്ടാകട്ടെ. In the name of Jesus. Oh, Sharebele Angros. Lame terms with freedom. ഈ എബ്രായർ 9:4-5 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ട പാസ്റ്റർ. എബ്രായർ 9:4-5. ഇവർക്കുള്ള ബന്ധത്തിൽ ഒരു പ്രധാന മെസ്സേജ് വരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. തേജസ്സിന്റെ കെരൂബുകൾ ഉണ്ടായിരുന്നു. അത് ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. അത് ഓരോന്നായി വിവരിക്കാൻ കഴിവില്ല. ഇതാ ഇപ്പോഴും എൻ്റെ സ്ഥിതി. എൻ്റെ സ്ഥിതി ആ പൗലോസും പറഞ്ഞു, നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം. ഏതാണ്ട് ഇതിനകത്ത് ഇറങ്ങി തിരിച്ചിട്ട് മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്നോലിരിക്കുന്ന ചേട്ടനോടായി ദൂത്. നിനക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്താ നീ കേറി വന്നേ. നീ എങ്ങനെ ഇതിനകത്ത് വന്ന് കേറിയെന്നുള്ളതാ. Yes. Amen. ഇതുപോലുള്ളൊരു ഭാഗ്യം എൻ്റെ യേശുവിന്റെ സാന്നിധ്യമേ. ഓ, പൗലോസ് പറയുന്നു, ഈ കൃപാസനവും മൂടുന്ന കെരൂബും തേജസ്സും, ഇതൊന്നും ഓരോന്നായിട്ട് വിവരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഇംഗ്ലീഷിലാണ് കറക്റ്റ് എഴുതിയിരിക്കുന്നത്. വി കനോട്ട് നൗ സ്പീക്ക് പർട്ടിക്കുലർലി. ഓരോന്നിനെ കാറ്റഗറൈസ് ചെയ്ത് പറയാൻ പറ്റുന്നില്ല. അത്ര ഹെവിയാ സാധനം. Amen. Yes. ജീസസ് 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 ലസുബ്രാസകര ധാരി മനോർ. നാലാമത്തെ കാറ്റഗറി പെട്ടെന്ന് പറയാണ്, 4-5 പെട്ടെന്ന് പറയാണ്. ഗാർഡിങ് ഏഞ്ചൽസ്. ഗാർഡിങ് ഏഞ്ചൽസ് പറഞ്ഞേ. സേവകാത്മാക്കൾ. സേവകാത്മാക്കൾ. ഗാർഡിങ് ഏഞ്ചൽസ്. ഇത് നമ്മളുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളെല്ലാം കരം ഉയർത്തിയേ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാവരോടും കൂടെ ഒരു ഏഞ്ചൽ ഉണ്ട്. ഇവിടെ ഇപ്പോ 10,000 വിശ്വാസി വന്നിട്ടുണ്ടെങ്കിൽ 10,000-ൽ പരം ദൂതന്മാരുണ്ട്. Amen. ഉറപ്പായിട്ടും ഉണ്ട്. ഈ ദൂതന്മാർ അസംഖ്യമാ. എന്നാ ഭാഷ? ദൂതന്മാർ അസംഖ്യമാ. എവിടുന്ന? ഓക്കെ, ദൂതന്മാർ അസംഖ്യമാണെന്നൊന്ന് പറഞ്ഞു കൊടുത്തോട്ടെ. മത്തായി 26:52-53. യേശു അവനോട്, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവനെല്ലാം വാളാൽ നശിക്കും. എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ അടുക്കൽ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചു കൂടായോ? യേശു പറയുന്നു, ഞാൻ ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ 12 ലഗ്യോനിലും അധികം. മക്കളെ, ശ്രദ്ധിക്കുന്നവരെന്നെ ഒന്ന് കേട്ടെ. യേശു കള്ളക്കണക്ക് പറയുവോ? യേശു ഇല്ലാത്തൊരു കാര്യം പറയുവോ? ഉറപ്പാണോ? അപ്പൊ യേശു പറയാണ്, ഞാൻ ഇപ്പം പത്രോസേ നിന്റെ ഈ തുരുമ്പ് പിടിച്ച വാളൊക്കെ ഉറയിട്ട് എവിടെങ്കിലും പോന്നി, ഞാൻ എൻ്റെ വാ കൊണ്ടൊന്ന് ചലിപ്പിച്ചാൽ 12 ലഗ്യോനിലും അധികം ദൂതന്മാർ വരുമെന്ന് പറഞ്ഞാൽ, ഒരു ലഗ്യോൻ എന്ന് പറയുന്നത് 6000-ആണ്. ഒരു ലഗ്യോൻ, അത് റോമൻ ബറ്റാലിയന്റെ പട്ടാളത്തിന്റെ കണക്കാണ്. ഒരു ലഗ്യോൻ എന്ന് പറയുന്നത് 6000 ആണ്. യേശു പറയുന്നു, ഞാനിപ്പോൾ എൻ്റെ വാ കൊണ്ട് ഒന്ന് പറഞ്ഞാൽ 72,000, 72,000 ദൂതന്മാർ ഇപ്പൊ ഇവിടെ വരുമെന്നാ പറഞ്ഞു. ഇല്ലാത്തൊരു കണക്ക് യേശു പറയുവോ? ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അന്ന് ഇത് കർത്താവ് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഒരു തിയോളജിൻ പറഞ്ഞത് വായിച്ചത്. അന്നത്തെ കാലത്ത് റോമൻ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അവർക്ക് അന്ന് അവിടെ ഉണ്ടായിരുന്നത് 4800 പട്ടാളക്കാരാണ്. ടോട്ടലി അവർക്ക് മൊത്തം ഉണ്ടായിരുന്നത് 4800 പട്ടാളക്കാരാണ്. യേശു പറയുന്നു, യുവന്മാർ 4800-ൽ 4 പേരെ വന്നിട്ടുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ വാ കൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ സൈന്യം ഇവിടെ വരും. അത് ഞാൻ ചുമ്മാ പറഞ്ഞ 72,000 ഒക്കെ ഇറങ്ങി വരും. അതിലെ ഒരു ദൂതൻ അശൂർ പാളയത്തിൽ ഇറങ്ങിയാൽ only one angel 1,85,000 തീരും. Yes. Amen. Yes. Hallelujah. Lift your voice and say hallelujah. ഇതിനകത്തിരിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും കൂടെ ഒരു ഗാർഡിങ് ഏഞ്ചൽ ഉണ്ട്. നിങ്ങളുടെ കൂടെ പറഞ്ഞ എൻ്റെ കൂടെ ഒരു ദൈവദൂതനുണ്ട്. എന്റെ കൂടെ ഒരു ദൈവദൂതനുണ്ട്. ഉറപ്പുണ്ടോ? Yes. വാക്യം വേണോ? ഓക്കെ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10-11 വാക്യം. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിക്കുവീൻ. അവരുടെ ദൂതന്മാർ. അവരുടെ ദൂതന്മാർ. ഇതിനകത്ത് എന്തോ സംവിധാനം എന്നറിയാം. ഈ സംവിധാനം എന്നാന്ന് പിടികിട്ടിയോ? ഇപ്പോ ഈ ഇരിക്കുന്ന സന്തോഷ് പാസ്റ്ററെ, ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു ഏഞ്ചലുണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. വേദപുസ്തക സംബന്ധമായി ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഈ പുള്ളിയെ പിടിച്ച് 2 അടി നിങ്ങൾ കൊടുത്തു. ഇന്നിരിക്കട്ടെ. പുള്ളി നിങ്ങളെ ഒന്നും തിരിച്ചു ചെയ്തില്ല. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ഏഞ്ചൽ FIR ഇട്ടു. റിപ്പോർട്ട് മേളിൽ കൊടുത്തിട്ടുണ്ട്. Oh yes. Jesus. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഈ ചെറിയവരിൽ ഒരുത്തനെ നീ പണി കൊടുക്കാൻ നീ സൂക്ഷിക്കണം. ആർക്കിട്ട് നീ പണിയാൻ നിൽക്കല്ല്. കാരണം അവന്റെ ഏഞ്ചൽ ഇത് റിപ്പോർട്ട് ചെയ്യും. Yes. അത് അപ്പോസ്തോലിക് ആണെങ്കിൽ ഭീകരമായിരിക്കും. ഭീകരം. ജീസസ്. ഹല്ലേലൂയ. അതെപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാകണം. പാസ്റ്റർ ടിനു ജോർജിന്റെ കൂടെ, ഈ ദൈവപുരുഷന്മാരുടെ കൂടെ, ഒരു ദൈവ പൈതലിന്റെ കൂടെ ഏഞ്ചൽസ് ആർ ദേർ. ആ ഏഞ്ചൽസ് ഇനി അതുകൊണ്ടാണ് ലാസർ മരിച്ചു, ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിൽ. അതറിയോ നിങ്ങൾക്ക്? ഞാൻ ഒരിക്കൽ മരണവും മരണാനന്തര ജീവിതവും എന്ന വിഷയം ഓൺലൈനിൽ പഠിപ്പിച്ചപ്പോൾ 1/4 മണിക്കൂർ വാക്യ അടിസ്ഥാനത്തിൽ ഞാനത് പഠിപ്പിച്ചായിരുന്നു. ഒരാൾ ഈ ഭൂമി മരിക്കുമ്പോൾ, മരിച്ചു കഴിയുന്ന ഉടനെ അവനൊരു ഏഞ്ചലുണ്ട്. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ, അവൻ വീണ്ടും ജനിച്ചപ്പോൾ അവൻ്റെ കൂടെ ദൈവം അസൈൻ ചെയ്ത ഒരു ഏഞ്ചലുണ്ട്. ഈ ഏഞ്ചൽ ഇവൻ മരിക്കുന്ന ഉടനെ ഇവന്റെ സ്പിരിറ്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അല്ലാതെ വെള്ളസാരി എടുത്ത് വീടിന്റെ പരിയമ്പറത്തൂടെ കറങ്ങി നടക്കുകയല്ല. ആരും മിണ്ടുന്നില്ലല്ലോ. ജീസസ് അന്നേരം അപ്പോഴേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും. അതാണ് അവരുടെ ദൂതന്മാർ. ഈ ദൈവപുരുഷന്റെ ശുശ്രൂഷ എത്ര കാലമുണ്ടോ, ഈ മനുഷ്യന്റെ ശുശ്രൂഷ എത്ര കാലമുണ്ടോ, അത്രയും കാലം ആ ഏഞ്ചൽ അവരുടെ കൂടെയുണ്ട്. അവരുടെ ജോലി ഫിനിഷ് ചെയ്യുമ്പോൾ ഏഞ്ചൽ അവരുടെ സ്പിരിറ്റുമായിട്ട് പോവുക. അതുകൊണ്ട് എപ്പോഴും ഈ വാക്യം അകത്ത് കറങ്ങണം.
അവരുടെ ദൂതൻ. ടിനു പാസ്റ്ററിന്റെ ഏഞ്ചൽ ഇത് കേൾക്കുന്നു. ജിജി പാസ്റ്റർ ഏഞ്ചൽ ഇത് കേൾക്കുന്നു. FIR ഇടും. എന്നെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യരുത്. സെക്കൻഡ് കൊണ്ട് ഇത് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. സെക്കൻഡ് കൊണ്ട് പോയി വരും. നിമിഷം കൊണ്ട് പോയി വരും. ഫീലിംഗ് ദ മൈറ്റി പ്രസൻസ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അവൻ ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ. യേശു ഈ ഭൂമി വന്നപ്പോൾ അത് തെളിയിച്ചു. യേശു 40 days ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ ദൂതന്മാർ അവന് ശുശ്രൂഷ ചെയ്തു. ഈ 40 days കർത്താവ് ഏഞ്ചൽസിന്റെ ഇടയിലായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഇവൻ വന്ന് കയറി ചോദിക്കുന്നത്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ പറയാൻ. താങ്ക് യു ജീസസ്. കർത്താവേ, ഇതിനകത്തുള്ളവർ, ഇന്ന് ഇത് കാണുന്നവർ ദൂതന്മാരാൽ ശുശ്രൂഷിക്കപ്പെടണം. Receive it in the name of Jesus Christ. Glorify. പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ സഭ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഗാർഡിംഗ് ഏഞ്ചൽസ്, പീറ്ററിന്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറക്കുകയാണ്. Yes. യേശുവിന്റെ നാമത്തിൽ പ്രൊവോക്ക് യുവർ ഏഞ്ചൽസ്. Yes. Makraka sataraya. Holy, holy. തനിയെ സ്വതവേ തുറക്കുകയാണ്. ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി. പക്ഷെ ഒത്തിരി പറയാനുണ്ട്. ഗാർഡിംഗ് ഏഞ്ചൽ, അതാണ് 91 സങ്കീർത്തനത്തിന്റെ 10-11. എല്ലാവർക്കും അറിയാം. നമുക്ക് പറഞ്ഞു സങ്കീർത്തനം 91 10-11. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് നിന്റെ എല്ലാ വഴികളിലും 11 വാക്യം, നിന്റെ എല്ലാ വഴികളിലും ഗാർഡിംഗ് ഏഞ്ചൽസ്. Yes. നമ്മളൊരു സംവിധാനത്തിൽ ആധാർ കാർഡ് വേണം. ആധാർ കാർഡ് കൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഇത് എങ്ങനെ ഇത് പഠിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. ആധാർ കാർഡ് എനിക്ക് വേണം, ആധാർ കാർഡ് കൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി ആധാർ കാർഡ് എടുക്കുമ്പോഴാണ് അതെനിക്ക് ബെനിഫിറ്റ് ആകുന്നത്. എന്നെ കാക്കുന്ന ദൂതന്മാരുണ്ട്, എനിക്ക് വേണ്ടി അസൈൻ ചെയ്ത ദൂതന്മാരുണ്ട്. ഇത് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ഇതെനിക്ക് വേണ്ടി ആക്ടിവേറ്റഡ് ആകുന്നത്. Believe it. Believe that. Guarding angels. Lift up your hands, please. Lord, protect everyone. കർത്താവേ, ഇവർക്ക് ഇത് ഗ്രഹിക്കാനുള്ള കൃപ കൊടുക്കണേ. നിന്റെ എല്ലാ വഴികളിലും ഇവർ പോകുന്ന എല്ലാ all your ways, all your ways, Lord Jesus, protect them. Protect them. Nazibahush. Ratikrazabahalazia. Jesus' mighty name. Amen. തന്റെ ഭക്തന്മാർക്ക് ചുറ്റും അവയുടെ ദൂതൻ. ഞാൻ പറയട്ടെ, ഇതിൽ വിശ്വസിക്കുമ്പോഴാണ് ഇത് നീ അനുഭവിക്കുന്നത്. അവരെ വിടുവിക്കുന്നു. പാസ്റ്റർ, ഒരു വാക്യം കൂടെ. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. Hebrew chapter 1 word 14. Word 14. Quickly. Kasmaria. അവരൊക്കെയും രക്ഷ പ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. ഹീലിംഗ് റിലേറ്റഡ് ആയിട്ട് ഏഞ്ചൽസ് ഉണ്ട്. പ്രൊഫറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഏഞ്ചലാണ് കൊർന്നല്യോസിന് ലൊക്കേഷനും പേരും ഡീറ്റെയിൽസും റിവീൽ ചെയ്ത് കൊടുക്കുന്നത്. ഹലോ, this angel is related to the salvation. Yes. ഈ വാട്ടർ കോൾ ടൈമിലെ ഈ കഞ്ചാവ് അടിച്ചവനും കള്ളു കുടിച്ചവനും ചങ്ങലക്കകത്ത് കെട്ടി ബന്ധിക്കപ്പെട്ടവനും ഒക്കെ ഫ്രണ്ടിൽ ഇനി കൈയും പൊക്കി വരുന്ന എന്താ? വായി
ഏഞ്ചൽസ് ആർ വർക്കിംഗ്. നിങ്ങൾക്ക് അറിയാം അതിനെക്കുറിച്ച്? അതിനെ പ്രസംഗിച്ചിട്ടുണ്ടോ? ആത്മാക്കളെ നേടിയിട്ടുണ്ടോ? ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണിത്. ചിലർ ഞെട്ടും, ഈ പുള്ളിയാണോ സ്നാനപ്പെടാൻ വേണ്ടി? ഇവ ഒരിക്കലും വരേണ്ട കേസല്ല. അവ എങ്ങനെ വന്നു? ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഈ രക്ഷ പ്രാപിക്കാനുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന, സാൽവേഷനുമായി റിലേറ്റ് ചെയ്ത ഏഞ്ചൽസ് ഉണ്ട്. അവർ ആ ചെയിനിനെ ബ്രേക്ക് ചെയ്യും. ഞാനിവിടെ മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഞാൻ തന്നെയല്ല ശുശ്രൂഷിക്കുന്നത്, എൻ്റെ കൂടെയുള്ള ഏഞ്ചൽസ് ഇവിടെ മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇവരെ എങ്ങനെ വിശ്വസിപ്പിക്കും? യേശു പറഞ്ഞ പോലെ ഭൂമിയിലുള്ളത് പറഞ്ഞിട്ട് ഇവർ വിശ്വസിച്ചില്ല, പിന്നെ സ്വർഗത്തിലുള്ളത് പറഞ്ഞാൽ ഇവരെങ്ങനെ വിശ്വസിക്കും? ഗ്ലോറി 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 ജീസസ്. അർത്ഥ മനാസിയ ലേക്ര ജമാസുലി ത്രിയാങ്ക ബൗഷ് ലേക്രസ് മനാദിയ. അഞ്ചാമത്തെ ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കണം. അഞ്ചാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ജീവികൾ, ക്രീച്ചേഴ്സ്. ജീവികൾ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം. ജീവികൾ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജീവി, അത് ഏഞ്ചൽസ് ആണ്. There is an angels, living creatures. Revelation chapter 4 verse 6 to 9. Quickly. സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസന നടുവിലും സിംഹാസനത്തിന് ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഒന്നാം ജീവി സിംഹത്തിന് സദൃശ്യം, രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യം, മൂന്നാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, നാലാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്രയും എഴുതിയത് നന്നായി, അല്ലേ നമ്മൾ വിചാരിച്ചേ അത് പിശാചായിരുന്നു. ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. സർവശക്തിയുള്ള കർത്താവ് ദൈവം പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ പറഞ്ഞ് ദൂതന്മാർക്ക് വിശ്രമമില്ല. അടുത്തിരിക്കുന്നവൾ പറഞ്ഞോട്ടെ, നീ ഉറങ്ങുമ്പോഴും ദൂതൻ വർക്കിങ്ങിലാണ്. നീ ഉറങ്ങുമ്പോൾ ദൂതൻ വർക്കിങ്ങിലല്ലായിരുന്നെങ്കിൽ ഈ യോഗം കഴിഞ്ഞ് ഞങ്ങളിപ്പോ വീട്ടിൽ വരേണ്ടി വന്നേനെ. സ്തോത്രം. നീ ഉറങ്ങുമ്പോഴും ദൂതൻ വർക്കിങ്ങിലാണ്. നീ ഉറങ്ങുമ്പോഴും ഏഞ്ചൽസ് വർക്കിങ്ങിലാണ്. 2023 തീരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമുള്ളപ്പോൾ നമുക്ക് പറയാൻ കഴിയും, കർത്താവേ, മയങ്ങാതെ ഉറങ്ങാതെ എന്നെ പരിപാലിച്ച അവിടുത്തെ ദൂത സഞ്ചയത്തിനായി നന്ദി, അവിടുത്തെ ഏഞ്ചൽസിനായി നന്ദി. പക്ഷേ വെളിപ്പാട് 5-ാം അധ്യായം 6 മുതൽ 9 വരെ, വെളിപ്പാട് 19-ാം അധ്യായം 4-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 7-ാം വാക്യം, ഇതെല്ലാം ഈ ലിവിങ് ക്രീച്ചേഴ്സ്, ഹെവനിലുള്ള ലിവിങ് ക്രീച്ചേഴ്സിനെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകം 19:4 എന്ന് വായിച്ചേ. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. 15:7 കൂടെ വായിച്ചോ. 15:7. അപ്പോൾ 4 ജീവികൾ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. അപ്പോൾ ഹെവനിൽ കാണുന്ന, സ്വർഗത്തിൽ കാണുന്ന ഒന്നാണ് ലിവിങ് ക്രീച്ചേഴ്സ്. ദേ ആർ വർഷിപ്പിംഗ് ദ ലോർഡ്. അവർ ദൈവത്തെ ആരാധിക്കുന്നു, അവർ ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തുന്നു. അവർക്ക് ചുറ്റും കണ്ണുകളുണ്ട്, അവർക്ക് ചിറകുകളുണ്ട്, അവർ തേജസ്സിൽ നിൽക്കുന്നവരാണ്. താങ്ക് യു ജീസസ്. ഓക്കെ, നോട്ട് ചെയ്യുന്നുണ്ടോ? ഇതോടെ പറഞ്ഞ് നിർത്തുകയാണ്. ഇവർ ഡിസ്റ്റർബ്ഡ് ആയി തുടങ്ങി. അബ്രഹാമിന് 3 തവണ ഏഞ്ചൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 3 തവണ. ഹാഗാറിന് 2 പ്രാവശ്യം. ലോത്തിനും സോതോമ്യർക്കും ദൂതന്മാർ പ്രത്യക്ഷമായിട്ടുണ്ട്. യാക്കോബിന് 3 തവണ ഏഞ്ചൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 1 പ്രാവശ്യം ഈ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായ ഏഞ്ചലിക് വിസിറ്റേഷൻ ആണ് അങ്ങേരുടെ ജീവിത ചരിത്രം തന്നെ തിരിച്ചു കളഞ്ഞത്.
യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ കണ്ട ആ ഏഞ്ചലിക് ഡ്രീമാണ് ആ മനുഷ്യന്റെ ചരിത്രം തന്നെ തിരിച്ചു കളഞ്ഞത്. മോശയ്ക്ക് ദൈവദൂതന്റെ പ്രത്യക്ഷത ഉണ്ടായിട്ടുണ്ട്. ബിലയാമിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ജോഷുവായിക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഗിദയോന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ റെഫറൻസ് വേണോ? ഇവരൊക്കെ പഠിക്കുന്നവരാണോ? റെഫറൻസ് വേണോ? വേണം. അബ്രഹാമിന് 3 പ്രാവശ്യം പ്രത്യക്ഷമായി. ഉൽപ്പത്തി 18:2, ഉൽപ്പത്തി 22:11, ഉൽപ്പത്തി 15. ഹാഗാറിന് 2 പ്രാവശ്യം ദൂതൻ പ്രത്യക്ഷനായി. ഉൽപ്പത്തി 16 7 മുതൽ 11 വരെ. ഉൽപ്പത്തി 21 17. ലോത്തിനും സോതോമിർക്കും ദൂതൻ പ്രത്യക്ഷമായി. ഉൽപ്പത്തി 19 1 മുതൽ. യാക്കോബിന് 3 തവണ ദൂതൻ പ്രത്യക്ഷമായി. ഉൽപ്പത്തി 28 12, ഉൽപ്പത്തി 31 11, ഉൽപ്പത്തി 32 1. മോശയ്ക്ക് ദൂതൻ പ്രത്യക്ഷനായി. പുറപ്പാട് 3:2. ബിലയാമിന് ദൂതൻ പ്രത്യക്ഷനായി. സംഖ്യ 22:22. യോശുവായ്ക്ക് ദൂതൻ പ്രത്യക്ഷനായി. പുറപ്പാട് 23:20. 32 34. ഗിദയോന് ദൂതൻ പ്രത്യക്ഷമായി. ന്യായാധിപന്മാർ 6:11. മനോഹയുടെ ഭാര്യയ്ക്ക് ദൂതൻ പ്രത്യക്ഷമായി. ന്യായാധിപന്മാർ 13:3. ദാവീദിന് ദൂതൻ പ്രത്യക്ഷനായി. 2 ശമൂവേൽ 24. 1 ദിനവൃത്താന്തം 21. ഏലിയാവിന് 4 തവണ ദൂതൻ പ്രത്യക്ഷനായി. 1 രാജാക്കന്മാർ 19 5 മുതൽ 7 വരെ. 2 രാജാക്കന്മാർ 1 3 മുതൽ 15 വരെ. എലീശയ്ക്കും ദാസനും ദൂതൻ പ്രത്യക്ഷനായി. 2 രാജാക്കന്മാർ 6 16 മുതൽ 17 വരെ. അശൂര്യർക്ക് ദൂതൻ പ്രത്യക്ഷമായി. 2 രാജാക്കന്മാർ 19:35. എബ്രായ ബാലന്മാർക്ക് ദൂതൻ പ്രത്യക്ഷമായി. ദാനിയേൽ 3:25. നെബുക്കദ്നേസറിന് ഏഞ്ചൽ അപ്പിയർഡായി. ദാനിയേൽ 3:24. ദാനിയേലിന് തന്നെ 5 തവണ ദൂതൻ പ്രത്യക്ഷമായി. ദാനിയേലിന്റെ പ്രവചന പുസ്തകം 6:28, 8:16, 9:21, 10:5 മുതൽ 21 വരെ. സക്കറിയ പ്രവാചകന് 7 തവണ 7 ടൈംസ് ദൂതൻ പ്രത്യക്ഷമായി. സക്കറിയ 1 മുതൽ 8 മുതൽ 19 വരെ. സക്കറിയ 2:3, സക്കറിയ 3:1 മുതൽ 16 വരെ. സക്കറിയ 5:5 മുതൽ 10 വരെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജോസഫിന്, പുതിയ നിയമത്തിലെ ജോസഫ്, മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന് 3 തവണ ദൂതൻ പ്രത്യക്ഷമായി. അത് ഡ്രീമിലാണ്. മത്തായി 1:20, മത്തായി 2:13. മറിയത്തിന് ദൂതൻ പ്രത്യക്ഷമായി. ലൂക്കോസ് 1:26. സക്കറിയായ്ക്ക് ദൂതൻ പ്രത്യക്ഷനായി. ലൂക്കോസ് 1:20. ആട്ടിടയന്മാർക്ക് ദൂതൻ പ്രത്യക്ഷനായി. ലൂക്കോസ് 2:9-14. യേശു കർത്താവിന്റെ അരികിൽ 2 തവണ ദൂതന്മാർ അരികിൽ വന്ന് സംസാരിച്ചു. മത്തായി 4:11, ലൂക്കോസ് 22:43. അപ്പോസ്തലന്മാർക്ക് ദൂതൻ പ്രത്യക്ഷമായി. അപ്പോസ്തല പ്രവൃത്തി 1:11. മഗ്ദലക്കാരി മറിയയ്ക്ക് ദൂതൻ പ്രത്യക്ഷനായി. മത്തായി 28 1 മുതൽ 5 വരെ. പത്രോസിനും യോഹന്നാനും ദൂതൻ പ്രത്യക്ഷമായി. അപ്പോസ്തല പ്രവൃത്തി 5:19. ഫിലിപ്പോസിന് ദൂതൻ പ്രത്യക്ഷനായി. അപ്പോസ്തല പ്രവൃത്തി 8:26. കൊർന്നല്യോസിന് ദൂതൻ പ്രത്യക്ഷനായി. അപ്പോസ്തല പ്രവൃത്തി 10:3. പത്രോസിന് കാരാഗൃഹത്തിൽ ദൂതൻ പ്രത്യക്ഷനായി. അപ്പോസ്തല പ്രവൃത്തി 12:7-11. പൗലോസ് അപ്പോസ്തലന് ദൂതൻ പ്രത്യക്ഷനായി. അപ്പോസ്തല പ്രവൃത്തി 27-23. യോഹന്നാന് ദൂതൻ പത്മോസിന്റെ ധൂപിൽ പ്രത്യക്ഷമായി. ഇന്ന് പകലിൽ ഞാൻ പറയാൻ തുടങ്ങിയാൽ ഈ ബൈബിളിനകത്ത് ഞാൻ ഇന്ന് പകൽ പ്രസ്താവിച്ചത്, പ്രസംഗിച്ചത് ഒരു യാഥാർത്ഥ്യമാണ്. The same angels is working. The same angels are living. ഇതിലെ ഒരു ദൂതനെ ദൈവം അയച്ചാൽ the situation will change it. പ്രൊഫറ്റിക്കുമായി റിലേറ്റ് ചെയ്ത ഒരു ഏഞ്ചൽ നിനക്ക് എൻകൗണ്ടർ ഉണ്ടായാൽ നീ കണ്ണ് തുറന്ന് പിടിച്ച് കാര്യങ്ങൾ കാണാൻ തുടങ്ങും. Receive it in the name of Jesus. ഇതിനകത്ത് പ്രോസ്പെരിറ്റിയുമായി റിലേറ്റ് ചെയ്ത ഒരു ഏഞ്ചലിനെ ദൈവം അയച്ചാൽ, യാക്കോബേ നീ വന്ന് കിടക്കുന്ന സ്ഥലം ലൂസാണ്, സകലതും തകർന്ന് തരിപ്പണമായിട്ടാണ് നീ വന്ന് കിടക്കുന്നെങ്കിലും ആ ഏഞ്ചലിക് എൻകൗണ്ടർ നിന്നെ കൊണ്ടുപോയത് വലിയൊരു പ്രോസ്പെരിറ്റിയിലേക്കാണ്. സർവോപരി ഞാൻ പറയട്ടെ, ഐ എം ക്ലോസിംഗ് ദിസ് സെഷൻ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് തിങ്. പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞ് നിർത്താൻ പറ്റുകയല്ല പാസ്റ്റർ. ഇത് ഐ കാൻ ക്ലോസ് ദിസ് സെഷൻ. എവിടെ അവസാനിപ്പിക്കുന്നത് പാസ്റ്റർ? ഒരു വാക്യം ഒന്ന് വായിക്കാവോ? 1 പത്രോസ് 3 21-22. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു.
ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും ശക്തികളും അവന് കീഴടങ്ങുന്നു. All the angels are subject unto him. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും എൻ്റെ യേശുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ലബ്രുഖാറ്റി കസ്മേരിയാലോഷ്. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. Romans 8 chapter 38 and 39. Romans 8 words 38 and 39. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് ക്രിസ്തുവുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല. പാസ്റ്റർ ജിജി പോന്നവര് പോട്ടെ പാസ്റ്റർ, പോന്നവര് പോട്ടെ. എനിക്ക് കുറച്ച് പേരെ ഇന്ന് ഇമ്പാർട്ട് ചെയ്യാനുണ്ട്. എനിക്ക് കുറച്ച് പേരെ ഇന്ന് സെറ്റ് ചെയ്യാനുണ്ട്. യെസ്, ലിസൺ റാക്കോ ഷാബ്ര കറ്റാബ. ഈ ഒരു മൂവിനെ അടുത്ത സൺഡേ വേറെ നിലയിൽ പോകും. ഓക്കെ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കിന്ന് കുറച്ച് പേരുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാനുണ്ട്. കുറച്ച് പേരുടെ ജീവിതം ഒന്ന് അനുഗ്രഹിക്കപ്പെടാനുണ്ട്. കുറച്ച് പേര് ഞാൻ തുടക്കത്തിലെ പറഞ്ഞായിരുന്നു, only few people. Isaiah chapter 14 verse 12 and 13. ഈ വാക്യം നിർത്തണം. ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല, ദൂതന്മാർക്ക് കഴിയത്തില്ല എന്ന വാക്യം നിർത്തിക്കൊണ്ട് യെശയ്യാ 14, 12, 13 എന്ന് വായിച്ചേ. അർണോദേ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. In the name of Jesus. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും. ഓക്കെ, പിശാചേ, നീ ഇത് കേട്ടല്ലോ. ഇതാണ് നിന്റെ ചരിത്രം. ഇനി ഞങ്ങളുടെ ചരിത്രം പറയാൻ പോവാ. നിങ്ങൾ ചിന്തിക്കും ഞാൻ എന്താ ഇങ്ങനെ പറയുന്നതാണ്. ഇത് നിങ്ങൾ പിന്നെ അറിയും. ഇപ്പൊ അറിയത്തില്ല, പിന്നെ അറിയും. പിശാചേ, നിന്റെ ചരിത്രം നീ കേട്ടു. നീ തകർന്ന കേസാണ്. You are paralyzed. Demon, you are paralyzed. നിന്റെ തലയെ എന്റെ യേശു തകർത്തതാണ്. You are paralyzed. പക്ഷെ ഞങ്ങളുടെ കാര്യം പറയുന്നു, നമ്മുടെ കർത്താവായ യേശുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയില്ല. 38 വാക്യത്തിൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ ഒരു ദൂതൻ, only one angel, 1,85,000 പേരെ അശൂർ പാളയത്തിനകത്ത് ഒരു ദൂതൻ തീർത്തെങ്കിൽ, മോനെ, മുഴുവൻ ഏഞ്ചൽസും ചേർന്ന് വലിച്ചാലും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ അടർത്താൻ പറ്റുകയില്ലതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ യേശുവിന്റെ സ്നേഹത്തിന്റെ ശക്തി ദൂതന്മാരിലും മുകളിലാണ്. ഇനിയും മനസ്സിലായില്ലയോ? കർത്താവ് നിന്നെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന്റെ പവർ ദൂതന്മാരുടെ ശക്തിയിലും മുകളിലാണ്. കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ അടർത്താൻ ഏഞ്ചൽസിന് പറ്റുന്നില്ലെങ്കിൽ, think about the power of that love. Jesus name. I love you, Father. Oh
നിങ്ങൾക്ക് ഈ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ അടർത്താൻ പറ്റത്തില്ലെങ്കിൽ ആഭിചാരകൻ അടർത്താൻ പറ്റുമോ? പിശാചിനെ അടർത്താൻ പറ്റുമോ? This love is amazing. Yes. This love is very strong. Yes. ഇനി കേട്ടോ, സകലതും അവന്റെ കാഴ്ചയിലാക്കി. എന്നിട്ട് അവൻ ഇതെല്ലാം കയ്യിൽ വെച്ചോണ്ടിരിക്കുകയല്ല, അവന്റെ സഭയ്ക്ക് നൽകി. ഈ മുഴുവൻ സംവിധാനവും ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയോ? അങ്ങനെയാണ് ഇന്ന് പകലിൽ ബന്ധനം എനിക്കുള്ളതല്ല, രോഗം എനിക്കുള്ളതല്ല, ദാരിദ്ര്യം എനിക്കുള്ളതല്ല, ഈ മാനസിക സംഘർഷങ്ങൾ എനിക്കുള്ളതല്ല. Lord deliver me and heal me. Listen, I am going to finish this session. I know you are very tired. മോളെ, ദൂതൻ എന്തുവെന്ന് കേട്ടായിരുന്നോ? അതിന്റെ ശക്തി എന്നാന്ന് കേട്ടായിരുന്നോ? അതിന്റെ രൂപം എന്തായിരുന്നു കണ്ടായിരുന്നോ? അതിന്റെ വലുപ്പം എന്നാന്ന് കേട്ടായിരുന്നോ? ആ ദൂതന് മുഴുവൻ ഏഞ്ചൽസും ഒന്നിച്ചു പിടിച്ചാലും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ പറിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ പവർ എന്തുവാ? ഇത് പിരിയാ ബന്ധമാണ്, ഇത് മാറ്റാൻ കഴിയാത്തതാണ്. ഓ ശബകാൽ കരയാസിയ, ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാറിടവേ, ഇതുപോലൊരു ഭാഗ്യം ജീസസ് എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാറിടവേ. എനിക്ക് ടെലിവിഷനിൽ 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം തരണം. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴടങ്ങുന്നു. നീ ഒന്ന് ഓർത്തേ, നിന്റെ ആത്മാവിൽ വന്ന യേശു ചുമ്മാ വാ തുറന്നാൽ 72,000 ഏഞ്ചൽസ് വരുമെങ്കിൽ നിന്റെ അകത്തിരിക്കുന്നവൻ ആരാന്ന് നിനക്ക് വല്ല പിടിയുണ്ടോ? അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4:4 പറഞ്ഞത്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ അവൻ വലിയവനാണ്. ജീസസ് ജീസസ് ജീസസ്. ഇന്ന് പകലിൽ ഒരു ദൈവപ്രവർത്തിക്കായി, ഒരു വിടുതലിനായി ആഗ്രഹിക്കുന്നവർ മുന്നിലോട്ട് വന്നോ, ഞാൻ പ്രാർത്ഥിക്കാൻ പോകാം. ജീസസ് ജീസസ് ജീസസ്. ആദ്യം ഫസ്റ്റ് ഇന്ന് ആദ്യമായി ചർച്ചിൽ വന്നവരൊന്ന് കൈ ഉയർത്താം. നിങ്ങളാ എല്ലാ ദിവസവും മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് അവർക്ക് സ്ഥലം കൊടുത്തേ, ഈ കൈ ഉയർത്തിയവർക്ക് സ്ഥലം കൊടുത്തേ. ആദ്യമായി വന്ന, എന്നെ ഒരു പരിചയമില്ലാത്ത, ഞാനുമായിട്ട് ഇതുവരെ കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരു മുന്നിൽ വരണം. ഐ വാണ്ട് ടു പ്രൊഫസൈ ഓവർ